അപ്പൊ റേഞ്ച് കണ്ടുപിടിക്കാൻ നമ്മൾ ഇന്ന് നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റിയുടെ ഓപ്പൺ ചെയ്ത റേഞ്ച് വാല്യൂ നോക്കുക. ഇന്നത്തെ ദിവസം ഓപ്പൺ ചെയ്ത് എത്ര ധോണി എത്ര നോക്കിട്ട് പറ. കമ്പ്യൂട്ടറിലുണ്ടോ? ഒരു മിനിറ്റ് സത്യത്തിലല്ല. അപ്പൊ ഇതിനകത്ത് 4 പ്രൈസ് ആണ് കാണിക്കുന്നത്. ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ്. മേളില് കാണാം, മേളിൽ ആ സ്ക്രിപ്റ്റിന്റെ പേരിന്റെ കൂടെ ഉണ്ടാവും. 21,100 ഓപ്പൺ, ഹൈ 21,379, ലോ 21,060, 21,350. അപ്പം ഇവിടെ ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല. സൈഡിൽ ലോയും ഹൈയും ഇന്നത്തെ റേഞ്ച് ആണ് കാണിക്കുന്നത്. ഇപ്പൊ ഓപ്പൺ ചെയ്ത് ചിലപ്പോൾ മുകളിലായിരിക്കും, എന്നിട്ട് താഴോട്ട് വന്നിട്ട് പിന്നെ ലോ ക്രിയേറ്റ് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞിട്ട് മുകളിൽ പോയി ഹൈ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് വരുന്നത്. ചിലപ്പോൾ ഹൈ ഓപ്പൺ ചെയ്തിട്ട് താഴോട്ട് തന്നെ പോയെന്നിരിക്കാം. അങ്ങനെയാണ് ഇത് ഈ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ സൈഡിൽ നോക്കിയിട്ട് നമുക്ക് കാര്യമില്ല. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഈ ക്യാൻഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേളിൽ OHFC കിട്ടും. അപ്പൊ 21 ഇന്നെത്ര 21,100 ഓപ്പൺ? ഒരു മിനിറ്റ് 21,133. അത് നിഫ്റ്റി. ആ. ഓക്കെ, ഞാന് മറ്റേന്റെ കാര്യം പറഞ്ഞേ, ഫ്യൂച്ചറിന്റെ കാര്യം. ഓക്കെ, ഇത് തന്നെ നോക്കാം. 21,033. ഇന്ന് റേഞ്ച് ഔട്ട് ആയിരിക്കും. ഇന്ന് ഒരുപാട് മൂവ് ചെയ്തു. ഇന്ന് 200 പോയിന്റ് മൂവ് ചെയ്തെന്ന് തോന്നുന്നു. 21,033.95. 21,033.95. ഇതാണ് ഇന്ന് ഓപ്പൺ ചെയ്ത വാല്യൂ. അപ്പൊ അടുത്ത നമുക്ക് നോക്കേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിക്സ്. ഇന്ത്യ വിക്സ് ഇന്ന് ഓപ്പൺ ചെയ്ത വാല്യൂ എത്ര? സോറി, ഇന്ത്യ വിക്സ് ഓപ്പൺ ചെയ്ത വാല്യൂ എത്ര? ഓപ്പൺ ചെയ്ത വാല്യൂ ആണോ ക്ലോസ് ചെയ്ത വാല്യൂ ആണോ? ഓപ്പൺ ചെയ്ത വാല്യൂ, അല്ലെങ്കിൽ ഇന്നലെ ക്ലോസ് ചെയ്ത വാല്യൂ. അത് രണ്ട് സെയിം ആയിരിക്കും. ഇന്നലെ 14 പോയിന്റ് സംതിങ് ആയിരുന്നു. 14.45 ഇന്നലെ ക്ലോസ് ചെയ്ത്. ഇന്ന് ഓപ്പൺ ചെയ്ത് അവിടെ തന്നെ 14.5. ഓക്കെ, അപ്പൊ അത് നമുക്ക് നേരത്തെ നോക്കി വെക്കാം. അപ്പൊ ഇന്ത്യ വിക്സ് 14.45. ഇത് രണ്ടും കൊടുക്കുക. ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഞാനിത് നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ നോക്കേണ്ടത് എന്തായിരുന്നു ഇക്വേഷൻ? ഓർമ്മയുണ്ടോ? ഉണ്ട്. എത്ര? 21,033.95 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 365 365. അതിന്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 19. സ്ക്വയർ റൂട്ട് ഓഫ് 365 എത്ര വരുന്നത്? 19.10. 19.10. ഇന്ത്യ വിക്സ് 14.45. ഓക്കെ, ഇനി നമ്മൾ എന്തായാലും ചെയ്യണ്ടേ? ഇന്ത്യ വിക്സ് ഗ്യാപ്പ് അപ്പും ഇന്ത്യ ഫോർമുല എന്തായിരുന്നു? ഇന്ത്യ വിക്സ് ഡിവൈഡഡ് ബൈ 19.10, 0.76. ഈ 0.76 ഇന്നത്തെ ഇതുകൊണ്ട് ഓക്കെ, അതിന്റെ പെർസെന്റേജ് എടുക്കുക. ഇതുണ്ടോ?
21,193 വരും. ആണോ? കറക്റ്റ് ആണോ? ഇതിന്റെ പെർസെന്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇതിനെ, എന്നിട്ട് അതുകൊണ്ട് ആഡ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.21 ഇൻറ്റു 0.76%. ഇതാണ് ഇന്നത്തെ ഒരു റേഞ്ച് 159.9. ഞാൻ നേരത്തെ ഇന്ന് വർക്ക് ആവാൻ സാധ്യതയില്ല, കാരണം ഇന്ന് ഹൈലി ഇതായിരുന്നല്ലോ, ബുള്ളിഷ് ആയിരുന്നല്ലോ. നോക്കിയോ കാൽക്കുലേഷൻ എങ്ങനെയാണോ? അത്രയും കിട്ടി. ഓക്കെ. ഇത് 21 14.45 14.45 21.35 159.09 വരും റേഞ്ച്. ഓക്കെ. ഇനി ഇതിന്റെ കൂടെ ഇന്ന് ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ അല്ലായിരുന്നോ? അതെ. എത്ര പോയിന്റ് ആയിരുന്നു? മൈനസ് -150 എത്രയായിരുന്നു? അത് രാവിലെ നമ്മുടെ പ്രീ ഓപ്പൺ മാർക്കറ്റിൽ നമുക്ക് കിട്ടും. $155. 116.2. 116.2. ഇനിയിപ്പം 159. അപ്പം ഇന്നത്തെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സോറി 100 ഇതല്ലല്ലോ, മൈനസ് 116.4 എത്രയായിരുന്നു? 2. ഇതിന്റെ കൂടെ അതാണോ മൈനസ് ചെയ്ത്? 116.2 മൈനസ് ചെയ്യണ്ടേ? ഇപ്പൊ മൈനസ് ചെയ്യണ്ട. ഞാൻ ഗ്യാപ് ഡൗൺ വന്നു കഴിഞ്ഞാൽ മൈനസ് ചെയ്യണ്ട. ഓക്കെ. ഗ്യാപ് ഡൗൺ വന്നു കഴിഞ്ഞാൽ റേഞ്ച് ഹൈ ഇതാണ് വരുന്നത്. ഇത് റേഞ്ച് ഹൈയിൽ മൈനസ് ചെയ്യണ്ട. ഓക്കെ. റേഞ്ച് ലോയില് ഇത് മൈനസ് ചെയ്യണം. ഓക്കെ. ഇതാണ് ഇന്നത്തെ റേഞ്ച്. 21,193 ഹൈ റേഞ്ചും 21,758, 21,193 ഹൈ റേഞ്ച്. ലാസ്റ്റ് പറഞ്ഞ ഒന്നുകൂടെ പറയുമോ? മനസ്സിലായില്ല. ഓക്കെ, പറയാം. 21,193. അല്ലേ? ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് നമ്മള് ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു ഇന്ന്. ഓക്കെ. ഓൾറെഡി മാർക്കറ്റ് അത്രയും പോയിന്റ് ഡൗൺ ആയി നിൽക്കുവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനി താഴോട്ട് പോവുകയാണെങ്കിൽ അത്രയും വാല്യൂ കുറഞ്ഞു പോയില്ലേ?
ഓൾറെഡി ഗ്യാപ് ഡൗൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് ആ വാല്യൂ താഴെ ആഡ് ചെയ്ത് കൊടുക്കണം ലോവർ റേഞ്ചിൽ. എന്നാൽ മാത്രമേ ആ ഒരു റേഞ്ച് കിട്ടത്തുള്ളൂ. ഈ ലോവർ റേഞ്ചിൽ ആ ഗ്യാപ് ഡൗൺ വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കണം. പക്ഷെ ഹൈ റേഞ്ചിൽ ഗ്യാപ് ഡൗൺ വാല്യൂ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഹൈ കിട്ടുന്ന 159 അതുകൊണ്ട് തന്നെ വെച്ചാൽ മതി. ഇതിനകത്ത് വീണ്ടും ഇനി കുറയ്ക്കേണ്ട കാര്യമില്ല. ഓൾറെഡി ഗ്യാപ് ഡൗൺ വന്നതല്ലേ, അപ്പം ചെയ്യേണ്ട. ഇനി ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഓൾറെഡി അത്രയും വാല്യൂ നമ്മൾ റേഞ്ച് കാൽക്കുലേറ്റ് അത്രയും വാല്യൂ ഹൈ ആയി കഴിഞ്ഞു. അപ്പം ആ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടുന്ന് ആ ഗ്യാപ്പ് അപ്പ് വാല്യൂ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഹൈ റേഞ്ചിന്റെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഗ്യാപ് ഡൗൺ ആണെങ്കിൽ ലോ റേഞ്ചിന്റെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ ആ റേഞ്ച് ഫർദർ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയും ഓൾറെഡി കഴിഞ്ഞു പോയതുകൊണ്ട് അതിനെ ഫർദർ എക്സ്റ്റൻഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഗ്യാപ്പ് അപ്പ് വരുമ്പം ഗ്യാപ്പ് അപ്പ് വരുമ്പം ഹൈ റേഞ്ചിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഗ്യാപ്പ് ഡൗൺ വരുമ്പം ലോ റേഞ്ചിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. അപ്പൊ ഇന്നത്തെ കണ്ടീഷൻ നോക്കുവാണെങ്കിൽ 21,100 ഇന്നത്തെ ക്ലോസിംഗ് വാല്യൂ നോക്കട്ടെ. ഇന്നത്തെ ക്ലോസിംഗ് വാല്യൂ എത്ര? ഹൈ എത്ര? ഇന്നത്തെ ഹൈ എത്ര? ഇത് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഇതിടാൻ പറ്റത്തുള്ളൂ. കൊണ്ട് പറഞ്ഞു. ഹൈ 21,288. 21,288. ഫ്യൂച്ചർ അല്ലേ ഇതേ? അല്ല, സ്പോട്ടിൽ നമ്മൾ ചെയ്തേ. 21,288.35. 35. ലോയും ഹൈയും എത്ര? ഹൈയും ലോയും ലോ 20,976. ഹൈയോ 21,288. ഓക്കെ. 288.35 തന്നെ ആയിരിക്കുമല്ലോ അതെ. ഹൈയും ക്ലോസ്. ഇന്ത്യ വിക്സിന്റെ വാല്യൂസോ? ഇന്ത്യ വിക്സിന്റെ വാല്യൂസ് ഹൈയും ലോയും ക്ലോസും ഇന്ത്യ വിക്സിന്റെ ഹൈ 15.01. ഓക്കെ. ലോയോ 12.28. ഇന്ന് ഹൈലി വോളറ്റൈൽ മാർക്കറ്റ്. അത്രയും വോളറ്റൈൽ ആവാൻ കാര്യം ഈ വിക്സിന്റെ വേരിയേഷൻ കണ്ടോ? 12 15 വരെ പോയി. അതുകൊണ്ടാണ് വിക്സ് ഹൈലി വോളറ്റൈൽ ആയിരുന്നുണ്ട്. വിക്സിന്റെ വാല്യൂം കൂടുതലാണ്, 15 അതുകൊണ്ടാണ് മാർക്കറ്റ് ഹൈലി വോളറ്റൈൽ. അത് പെട്ടെന്ന് മാർക്കറ്റ് അപ്പും ഡൗണും മൂവ്മെന്റുകൾ വരുന്നത്. ഓക്കെ. ഇല്ല, വിക്സ് 10 8 ആണെങ്കിൽ മാർക്കറ്റിൽ കാര്യമായിട്ട് പ്രീമിയം ഒന്നും കേറത്തില്ല. ഇന്ന് മാർക്കറ്റ് 254 പോയിന്റ് മാർക്കറ്റ് ഇന്ന് മൂവ് ചെയ്ത്. ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് ഹൈയും ലോയും തമ്മിലുള്ള ഓപ്പണും ക്ലോസും തമ്മിലുള്ള വ്യത്യാസമാണ് 254. ഇനി ഹൈയും ലോയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ തെറ്റാണല്ലോ, തിരിച്ചാണല്ലേ. ഓക്കെ. ഹൈയും ലോയും നമ്മൾ 312 പോയിന്റ് ഇന്ന് മാർക്കറ്റ് മൂവ് ചെയ്തു. പക്ഷെ നമ്മൾ റേഞ്ച് കാൽക്കുലേറ്റ് 159 പോയിന്റ് അല്ലേ, 160 പോയിന്റ്. മാർക്കറ്റ് ആയാലും പുറത്തു പോയി. കാര്യം ഇന്ന് ട്രെൻഡിങ് മാർക്കറ്റ് ആണ്. അല്ലാത്ത ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആണെങ്കിൽ അവിടം വരെ പോകത്തുള്ളൂ. ഇപ്പൊ നല്ല ബുള്ളിഷ് മാർക്കറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ 20 ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇതാണ് ഇന്നത്തെ ലോ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് നമുക്ക് മാർക്കറ്റ് ഇവിടെ വരുമ്പോൾ നമുക്ക് ഇറങ്ങാം. അത്യാവശ്യം ട്രെൻഡിങ് മാർക്കറ്റ് ആണ്. അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ഒക്കെ ആണെങ്കിൽ മാർക്കറ്റ് ഈ ഏരിയയിൽ എത്തുമ്പോൾ നമുക്ക് ഇവിടുന്ന് റിജക്ഷൻ ആവുകയാണെങ്കിൽ നമുക്ക് പി എടുക്കാം. ഇവിടെ നോക്ക്, ഇവിടെ മാർക്കറ്റ് കറക്റ്റ് ആ റേഞ്ച് വന്നപ്പോൾ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് ബ്രേക്ക് ചെയ്ത് പോയെങ്കിലും മാർക്കറ്റ് അവിടെ നിന്ന് രണ്ടാമത് തിരിച്ചു വന്നിട്ട് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു റേഞ്ച് ഇന്ന് ബ്രേക്ക് ചെയ്തു.
താഴത്തെ ലോ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ലോ പോകാൻ സാധ്യതയില്ല. ലോ എത്രയാണ്? 20,758 അല്ലേ? 20,900 അല്ലേ വന്നേ? അപ്പൊ 200 നമ്മൾ ഈ 160 പോയിന്റ് ആഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ ലോ ചിലപ്പോൾ കട്ട് ചെയ്യും. കാര്യം എന്ന് പറഞ്ഞാൽ ഗ്യാപ് ഡൗൺ അല്ലായിരുന്നോ? 20,874 വളരെ നാരോ റേഞ്ച് കണ്ടില്ലേ? 20,874 ആണെങ്കിൽ ഇത് ലോ റേഞ്ച് താഴോട്ടാണ് മാർക്കറ്റ് പോയതെങ്കിൽ, നല്ലതായിട്ട് പോയതെങ്കിൽ പെട്ടെന്ന് തന്നെ 870. നമ്മൾ 900 അല്ലേ നമ്മുടെ ലോ റേഞ്ച്, 976, 100 പോയിന്റ് വ്യത്യാസമുള്ളൂ. ഇത് പെട്ടെന്ന് മേടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ലോയിൽ കുറച്ചുകൂടെ ടോളറൻസ് നമുക്ക് കിട്ടും. ഇച്ചിരി കഴിഞ്ഞിട്ട് ലോ അടിക്കത്തുള്ളൂ. ലോയിലെ റേഞ്ച് നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റും. ഇരുപത് 758 അപ്പൊ നമുക്കൊരു കൺവെൻഷൻ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് വന്നു കഴിഞ്ഞാലും 20,758 സപ്പോർട്ട്. മാർക്കറ്റ് താഴോട്ടാണ്, ഇന്നത്തെ മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ടാണ് വരുന്നത്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ മാക്സിമം മാർക്കറ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നമ്മൾ ഡൗൺ ട്രെൻഡിൽ നമ്മൾ പി ആണ് എടുത്തേക്കുന്നത്, നമുക്ക് ഇവിടെ വരുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ഇറങ്ങാം. കാരണം ഇത് സപ്പോർട്ട് എടുക്കാൻ സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇന്നലത്തെ മാർക്കറ്റ് ഒന്നും പറയാൻ പറ്റില്ല. ഇന്നത്തെ മാർക്കറ്റ് ഭയങ്കര മൂവ്മെന്റ് ആയിരുന്നു. ഇപ്പൊ ഇതുപോലെ ഓവർ ട്രെൻഡിങ് ആയിട്ടുള്ള മാർക്കറ്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇതുപോലെ റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ മിക്കപ്പോഴും നമ്മുടെ വിത്തിൻ റേഞ്ചിലായിരിക്കും. ഇനി ഇത് നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് നിങ്ങൾക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മൺഡേ മോർണിംഗ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീക്കിലി റേഞ്ച് കിട്ടും. അപ്പൊ നിങ്ങൾ വീക്കിലി റേഞ്ച് എടുത്ത് മാർക്ക് ചെയ്തങ്ങ് ഇടുക. അപ്പൊ മൺഡേ നിങ്ങൾക്ക് വീക്കിലി റേഞ്ച് കിട്ടും. എന്നിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മതി ആ വീക്കിൽ ആ റേഞ്ചിനകത്താണോ നിന്നതെന്ന് മാർക്കറ്റ്. വീക്ക്ലി റേഞ്ച് ചെയ്യാനായിട്ട് നമ്മള് 365 പകരം ഏതാ ഇടുന്നത്? വീക്കിലി റേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ 365 പകരം സ്ക്വയർ റൂട്ട് ഓഫ് 12. അല്ല, അത് മന്ത്ലി. സോറി. വീക്കിലി റേഞ്ച് ചെയ്യാൻ 365 സ്ക്വയർ റൂട്ട് ഓഫ് 365 ഡിവൈഡ് ബൈ 5. അഞ്ച് ട്രേഡിന്റെ അല്ലേ? ഇപ്പൊ ഇനി 4 ട്രേഡിന്റെ ഉള്ളെങ്കിൽ 4 കൊണ്ട് കൊടുത്താൽ. എനിക്കൊന്ന് അടുത്ത ആഴ്ച ഡിസംബർ 25 ഒരു ഹോളിഡേ അല്ലേ? അപ്പൊ 4 ട്രേഡിന്റെ ഉള്ളു. അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് ഈ 19.10 എന്ന് പറയുന്നതല്ലേ 365 സ്ക്വയർ റൂട്ട്? അപ്പം അതിനെയാണോ ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? അതിനെയല്ല, സ്ക്വയർ റൂട്ട് എടുക്കുന്നതിന് മുന്നേ തന്നെ ഡിവൈഡ് ചെയ്തു. 365 ഡിവൈഡ് ബൈ 5 ചെയ്തിട്ട് സ്ക്വയർ റൂട്ട് എടുക്കുക. അതാണ് 8.54 എന്ന് വരും. ഇരുപത്തഞ്ചാം തീയതി മാർക്കറ്റ് അടവാണല്ലേ? മൺഡേ ക്രിസ്മസ്. 28 തീയതി എക്സ്പയറി. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ തന്നെ ഇറങ്ങിക്കോളുക. 25 തീയതി അവധി കൊണ്ട് പിന്നെ 3 ദിവസമുള്ള എക്സ്പയറിക്ക്. ഓക്കെ, ഇൻഡെക്സ് കുഴപ്പമില്ല. സ്റ്റോക്കിന്റെ കാര്യമാണ് പറഞ്ഞത്. അത് മനസ്സിലായി. വീക്കിലി 8.54 വരും. 8.54ന്റെ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എത്ര വരുന്നത്? 355 പോയിന്റ് വരും. ഇന്ത്യ വിക്സ് ഈ ആഴ്ച ക്ലോസ് ചെയ്യുന്ന ഇന്ത്യ വിക്സ് എടുക്കുക. നാളെ ക്ലോസ് ചെയ്യുന്നത് ആ വാല്യൂ വെച്ചിട്ട് കാൽക്കുലേറ്റ് 355 കിട്ടുമെന്ന് വെച്ചോ. ഇത് ഇന്ത്യ വിക്സ് വ്യത്യാസമുണ്ട്. നാളെ ക്ലോസ് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും 300, 355. അത് വെച്ചിട്ട് ഈ ഓപ്പൺ റേഞ്ചിന്റെ മുകളിലോട്ട് മാർക്ക് ചെയ്യുക, താഴോട്ടും മാർക്ക് ചെയ്യുക. മൺഡേ ഓപ്പൺ ചെയ്താൽ ട്യൂസ്ഡേ ഓപ്പൺ ചെയ്യുന്ന മുകളിലോട്ട് 355 പോയിന്റ്, താഴോട്ട് 355 പോയിന്റ് മാർക്ക് ചെയ്യുക.
അവിടെ ഗ്യാപ്പ് ഡൗണും ഗ്യാപ്പ് അപ്പും നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഡയറക്റ്റ് മാർക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ കുറച്ച് ലിവറേജ് കൂടുതലുണ്ടല്ലോ. മാർക്കറ്റ് ആ ആഴ്ച പലപ്പോഴും മേളിൽ പോയി റിജക്ട് ആയിട്ട് താഴെ പോയി റിജക്ട് ആയിട്ടായിരിക്കും ആ റേഞ്ചിൽ കളിക്കുന്നത്. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, ഇതൊരു 90% ടൈമിൽ ഇത് വർക്കാവും. ചില ഇതുപോലെ അൺകണ്ടീഷണൽ ടൈമിൽ, ഇതുപോലെ മാർക്കറ്റ് അത് ഭ്രാന്ത് പിടിച്ച് പോകുന്ന ടൈമിൽ മാത്രമേ ഇത് വർക്ക് ആവാതുള്ളൂ. ഈ മാസം നോക്കുവാണെങ്കിൽ നിങ്ങൾ ഞാൻ ഈ എക്സൽ അയച്ചു തരാം. ഈ എക്സലിനകത്ത് കണ്ടിന്യൂഷൻ ഇട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ മാർക്കറ്റ് വിത്തിൻ റേഞ്ച് ആയിരുന്നു അല്ലയോ എന്ന്. കഴിഞ്ഞ മാസവും എല്ലാം വിത്തിൻ റേഞ്ച് ആയിരുന്നു നമുക്ക് അറിയാൻ പറ്റും. ചില കേസുകൾ മാസത്തിൽ എത്ര വട്ടം ഡിഫോൾട്ട് ആയി നമുക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റും. ഞാൻ ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് അയച്ചു തരാം. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ? നമ്മള് മാർക്കറ്റിന്റെ പ്രിപ്പറേഷൻ പഠിച്ചായിരുന്നോ? ഇല്ല. എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന്? ഇല്ല ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഇതൊരു സീരിയസ് ബിസിനസ് ആയതുകൊണ്ട്, നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ പൈസ ഇൻവോൾവ് ആയതുകൊണ്ട് നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാതിരിക്കുക. എന്നാൽ പക്ഷേ മാർക്കറ്റ് കൺവിക്ഷൻസ് വെച്ചും പോവാതിരിക്കുക. നാളെ ഗ്യാപ്പ് അപ്പ് ആയിരിക്കും അല്ലെങ്കിൽ നാളെ ഗ്യാപ്പ് ഡൗൺ ആയിരിക്കും എന്ന് നമ്മുടെ മൈൻഡിനെ ഒരിക്കലും പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കരുത്. അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നിടത്ത് വിഴുങ്ങാനും നിൽക്കരുത്. നമ്മുടേതായ ഒരു അനാലിസിസിൽ നമ്മൾ അത് കണ്ടെത്തുക, അതിൽ മാത്രം റിലേ ചെയ്യുക. പക്ഷെ മാർക്കറ്റിന്റെ ട്രെൻഡ് 100%ഉം നമ്മൾ വിശ്വസിക്കുന്നിടത്തായിരിക്കത്തില്ല. മാർക്കറ്റിന്റെ ട്രെൻഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. രാവിലെ അപ് ട്രെൻഡ് ആയിരിക്കും, പെട്ടെന്ന് മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് വരും. നമ്മൾ ഈ സിംഗപ്പൂരിലൊക്കെ പോയിട്ടുള്ളത് അറിയാം. നിപ്പി വെയിലായിരിക്കും, ഇച്ചിരി കഴിയുമ്പോൾ ചറപറ വെയിലത്ത് മഴ പെയ്യുന്ന കാണാം. ഇതുപോലാണ് മാർക്കറ്റിന്റെ അവസ്ഥ. മാർക്കറ്റ് ഏത് തെപ്പിൽ വേണമെങ്കിലും തിരിയാം. അപ്പൊ ട്രെൻഡ് മാറുന്നതനുസരിച്ച് ആ ട്രെൻഡിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റോട് നമുക്ക് ഉണ്ടായിരിക്കണം. ഇപ്പൊ ട്രെൻഡ് രാവിലെ അപ് ട്രെൻഡ് ആയിരുന്നു, മാർക്കറ്റ് ചില കണ്ടീഷൻസ് മാറിയപ്പോൾ ഡൗൺ ട്രെൻഡ് ആയി. ഇപ്പൊ ഇന്നലെയൊക്കെ ഞാനൊക്കെ ഡൗൺ ട്രെൻഡ് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യായിരുന്നു, അതുകൊണ്ട് നമ്മൾ ലോസ് നോക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റിക്കൊണ്ടേയിരിക്കണം. നമ്മൾ രാവിലെ ഇല്ല ഇന്ന് ഇങ്ങനെ വരത്തോളൂ, ഇന്ന് ഇങ്ങനെ അപ് ട്രെൻഡ് തന്നെ പോകണം എന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. നമ്മളല്ല കൺട്രോൾ ചെയ്യുന്നത്. മാർക്കറ്റിന്റെ ട്രെൻഡ് ഏത് സമയം ചേഞ്ച് ആവും. അപ്പം ഇന്നലത്തെ കേസ് തന്നെ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇന്നലെ അപ് ട്രെൻഡ്, രാവിലെ അപ് ട്രെൻഡ് ആയിരുന്നു, 700 പോകുമെന്ന് പറഞ്ഞിരുന്ന് നമ്മൾ പെട്ടെന്ന് മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് കാണിച്ച് നമ്മൾ ഒരു സപ്പോർട്ട് പൊട്ടി, അടുത്ത സപ്പോർട്ട് പൊട്ടി, വീണ്ടും പൊട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പിന്നെ ആ മാർക്കറ്റിൽ പിന്നെ തിരിച്ചു കയറുമെന്ന് പറഞ്ഞ് ഷോർട്ട് കവറിങ് വരുമെന്ന് പറഞ്ഞാൽ അല്ല അപ് ട്രെൻഡ് പോകുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ആ മാർക്കറ്റിന്റെ ആ ട്രെൻഡിനനുസരിച്ച് മൂവ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നിടത്ത് വരണമെന്നില്ല, വേറൊരാളാണ് അതിന്റെ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ആ മാർക്കറ്റിന്റെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും, ഏത് നിമിഷം ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ അത് മൈൻഡിനെ അക്സെപ്റ്റ് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും മറ്റൊരാളുടെ വ്യൂ ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത്. ഇപ്പൊ ഞാൻ മാർക്കറ്റ് അപ് ട്രെൻഡാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റേതായ റീസൺസ് ഉണ്ട് അപ് ട്രെൻഡാന്ന് പറയാം. പക്ഷെ നിങ്ങൾക്കത് ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുക. അങ്ങേര് പറഞ്ഞുകൊണ്ട് അങ്ങേര് ഏതാണ്ടൊക്കെ ചെയ്യുന്ന അങ്ങേര് പറഞ്ഞുകൊണ്ട് ഇത് അപ് ട്രെൻഡ് ആയിരിക്കും എന്ന് ബ്ലൈൻഡ്ലി വിശ്വസിക്കാനും പാടില്ല. നമ്മുടേതായ കൺവിക്ഷൻസ് നമ്മൾ കൊണ്ടെത്തിക്കുക. അതുപോലെ അത് ചേഞ്ച് ആക്കാനും നമ്മൾ സന്നദ്ധരായിരിക്കുക. മാർക്കറ്റ് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതൊരിക്കലും രാവിലെ പോകുന്ന ഒരു ട്രെൻഡ് തന്നെ ആയിരിക്കത്തില്ല വൈകുന്നേരം വരെ. രാവിലെ ഒരു ട്രെൻഡ് വേറെ ആയിരിക്കും, ഉച്ചയ്ക്ക് ഒരു ട്രെൻഡ് വേറെ ആയിരിക്കും, വൈകിട്ട് വേറെ ട്രെൻഡ് ആയിരിക്കും. അപ്പൊ അത് മാർക്കറ്റ് വരുന്ന മറ്റ് ഹ്യൂജ് ഇൻവെസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ F&A's ഒക്കെ ട്രേഡിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് മാർക്കറ്റിന്റെ സ്വഭാവം മാറിക്കൊണ്ടേയിരിക്കും. അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് നമ്മളിങ്ങനെ രാവിലെ ഗ്യാപ് ഡൗൺ ആയിരിക്കും, ഗ്യാപ്പ് അപ്പ് ആയിരിക്കും എന്നുള്ള ഒരു കൺവിക്ഷനിൽ ഒരിക്കലും മൈൻഡിനെ തലേന്ന് പ്രിപ്പയർ ചെയ്യരുത്. നമ്മൾ നോക്കി വെക്കുക, പക്ഷെ നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. പക്ഷെ ഒന്നും നമ്മൾ അങ്ങോട്ട് മൈൻഡ് ആയത് കാര്യം നമ്മൾ എന്തെങ്കിലും തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് സബ് കോൺഷ്യസ് മൈൻഡിൽ പോയി കിടക്കും, അത് അവിടെ കിടന്നോളും. പിന്നെ നമ്മൾ രാവിലെ വന്ന് മാർക്കറ്റ് അപ്പ് ആണെങ്കിലും ഇന്നലെ രാത്രി ഡൗൺ ആയിരുന്നു, ഗ്ലോബൽ മാർക്കറ്റ് ഇന്ന് ഡൗൺ തന്നെ വരണം എന്ന് പറഞ്ഞ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ
കോൺഷ്യസ് മൈൻഡ് അല്ലെ നമ്മുടെ ബുദ്ധി അങ്ങോട്ട് പ്രവർത്തിക്കത്തില്ല. നമ്മൾ ഇന്നലത്തെ ആ ഒരു തിങ്കിൽ തന്നെ ഇന്നലെ അതായിരുന്നല്ലോ, എന്നാൽ എന്തുകൊണ്ട് വന്നില്ല, എന്തുകൊണ്ട് വരുന്നില്ല, വരണം വരണം വരും വരും. അപ്പൊ ഓരോ ഫോളിലും നമ്മൾ താഴോട്ട് ഓരോ ചെറിയ സപ്പോർട്ട് എടുക്കും, നമ്മൾ താഴോട്ട് പോകും എന്ന് പറഞ്ഞിട്ട് ട്രേഡ് നമ്മളിങ്ങനെ ഇന്നലത്തെ ആ ഒരു കൺവിക്ഷൻ വെച്ചെടുക്കും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മൈൻഡിലൊന്നും റെക്കോർഡ് ചെയ്യരുത്. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചർ ആണ്. അപ്പൊ നമ്മള് നാളത്തെ ആക്ടിവിറ്റി തുടങ്ങാന്ന് പറയുന്നത് ഇന്ന് രാത്രി തന്നെ നമ്മളൊരു ചെറിയ പ്രിപ്പറേഷൻ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇതിലൊന്നും കാര്യമില്ല, ജസ്റ്റ് പക്ഷെ ഒന്ന് നോക്കി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മള് രാത്രിയിലൊക്കെ ആകുമ്പോൾ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ആണെങ്കിൽ നമുക്കൊന്ന് FIDA ഡേറ്റ, ഇന്നത്തെ FIDA ഡേറ്റ എന്തായി എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ് FIDAയുടെ ആക്ടിവിറ്റി? യൂഷ്വലി FIDA ഒരു ആക്ടിവിറ്റി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത് കണ്ടിന്യൂ ചെയ്യും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് അവർ അത് തന്നെ ആയിരിക്കും അവരുടെ ഒരു മോഡ്. അവർ ബൈ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ബൈ തന്നെ ആയിരിക്കും. അവർ സെല്ല് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് സെല്ല് തന്നെ ആയിരിക്കും. അതാണ് അവരുടെ ഒരു യൂഷ്വൽ മോഡ്. നമ്മൾ പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്ന് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് മണി കൺട്രോളിൽ പോയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ FIDA ആക്ടിവിറ്റി നോക്കി കഴിഞ്ഞാൽ FIDA ആക്ടിവിറ്റി ഇവിടെ കാണാൻ പറ്റും. ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും FI ഇന്ന് 21 ഡിസംബർ, ഇന്നത്തെ ദിവസം FI എത്ര സെല്ല് ചെയ്തു, എത്ര ബൈ ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ 2 കോളം വരുന്നുണ്ട്. FIDA ഇത് ക്യാഷ് മാർക്കറ്റ് ആണ്. ഈ ക്യാഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ് ക്യാഷ് മാർക്കറ്റിൽ വരുന്നത്. അവര് എത്ര രൂപയുടെ സ്റ്റോക്ക് വാങ്ങി, എത്ര രൂപയുടെ സ്റ്റോക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങി. FIയെ സംബന്ധിച്ചോളം അവർക്ക് സ്റ്റോക്ക് ഇൻട്രാഡേ സെല്ല് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാനൊന്നും പറ്റത്തില്ല. അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, DA സംബന്ധിച്ചിടത്തോളം DAയ്ക്കും സെയിം ആക്ടിവിറ്റി ആണ്. അവർക്ക് ഇൻട്രാഡേയും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. അവർക്ക് ഓപ്ഷൻസും ഫ്യൂച്ചറും ചെയ്യാനും പറ്റില്ല. DAയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് കമ്പനികളാണ്. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് പല സ്റ്റോക്കുകൾ നമുക്ക് കാണുമല്ലോ. ഈ പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്തേക്കുന്ന ഇന്ന സ്റ്റോക്കുകൾ വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. ആ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് DA ചെയ്യുക എന്ന് പറയുന്നത്. DAയുടെ ജോലി അതാണ്. അപ്പം അവർ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും. അത് എവറി 6 months അവർ റീബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതെന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, പല പല ഫണ്ട് ഫേംസ് ആണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാം മാർക്കറ്റിൽ തന്നെ കോടിക്കണക്കിന് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, കോടിക്കണക്കിന്. എല്ലാ 6 monthsലും അവരത് റീബാലൻസ് ചെയ്യും. ചില പെർഫോം ചെയ്യാത്ത സ്റ്റോക്കുകൾ മാറ്റിയിട്ട് പുതിയ സ്റ്റോക്കിലിടും, ചിലത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് പുതിയതിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യും. അപ്പം കോടിക്കണക്കിന് മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഉണ്ട്. അപ്പൊ അതിലേക്കൊക്കെയുള്ള സ്റ്റോക്ക് റീബാലൻസിങ് ആണ് ബേസിക്കലി DA പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അവർ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. FIs ചെയ്യുന്നതും അത് തന്നെ. FIs സ്റ്റോക്ക് വാങ്ങിയിടുക, പ്രോഫിറ്റ് വരുമ്പോൾ അവർ വിൽക്കുക. അല്ലാതെ അവർ സ്റ്റോക്കിൽ ഇൻട്രാഡേ ബൈയോ സെല്ലോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം അവര് പർച്ചേസ് ചെയ്തത് ആണെങ്കിൽ ഗ്രീനിൽ വരും. അപ്പൊ അവർ സെല്ലാണ് ചെയ്തേക്കുന്നത്. FI ഇന്ന് സ്റ്റോക്ക് സെല്ലാണ് ചെയ്തേക്കുന്നത്, അവർ ബൈ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അവരുടെ നെറ്റ് വാല്യൂ ചിലപ്പോൾ ബൈ ചെയ്തിട്ടുണ്ടാവും, ചെറിയ വാല്യൂ. ഇപ്പൊ 500 രൂപയ്ക്ക് ബൈ ചെയ്തിട്ട് 1500 അല്ല 2000 രൂപയ്ക്ക് സെല് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ നെറ്റ് വരുന്നത് 1600. പക്ഷെ അവര് മെജോറിറ്റി നെറ്റ് കാണിക്കുന്ന നെഗറ്റീവ് ആണ്. അപ്പൊ അന്ന് മെജോറിറ്റി അവർ സെല്ലാണ് ചെയ്തേക്കുന്നത്, അവർ ബൈ ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല. ഇന്നലെ നോക്കിയാലും നെറ്റ് സെല്ലാണ്. അപ്പൊ ഇന്നലത്തെ ഡീറ്റെയിൽ നോക്കുകയാണ് നമുക്ക് ഇന്നലെ NSAയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഈ നെറ്റ് എന്നുള്ള പറയുന്ന വാല്യൂന് പകരം നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടണമെങ്കിൽ NSAയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് നമ്മൾ നോക്കുന്നേ ഉള്ളൂ. അവർ എത്ര രൂപയ്ക്ക് ബൈ ചെയ്തു, എത്ര രൂപയ്ക്ക് സെല് ചെയ്തെന്ന് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, ഇന്നത്തെ ആണ്. ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ബൈ വാല്യൂ 9750 രൂപയ്ക്ക് അല്ല 9715 രൂപയ്ക്ക് അവർ ബൈ ചെയ്തു. 11311 രൂപയ്ക്ക് സെല് ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, അവർ ബൈ ചെയ്തിട്ടുണ്ടാവും,
എന്ന് വെച്ചാൽ FI എന്ന് പറയുന്ന ഒരാളല്ല, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവർ കുറെ പേര് ബൈ ചെയ്തിട്ടുണ്ടാവും, കുറെ പേര് സെല് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നെറ്റ് നോക്കുമ്പോൾ സെല് ചെയ്താണ് കൂടുതൽ. അതാണ് ഈ 1.636. ഇത് ഒരാൾ ചെയ്യുന്ന കാര്യമല്ല, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു FIs ആരൊക്കെയാണെന്ന്. അപ്പം ഇത് കണ്ടില്ലേ, അവര് ചില്ലറയല്ല, അവര് നല്ല ട്രേഡ് നടത്തുന്നുണ്ട്. 9,000 രൂപയുടെ സെല് ബൈ ചെയ്തു, 16,000 രൂപയുടെ സെല് ചെയ്തു. നെറ്റ് വാല്യൂ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കിട്ടുമെന്ന്. DI അതുപോലെ തന്നെ 9,700 രൂപയുടെ ബൈ ചെയ്തു, സെല് ചെയ്ത് 8,000. അതിന് നെറ്റ് വരുമ്പോൾ പ്രോഫിറ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ FI DIയുടെ ആക്ടിവിറ്റിന്റെ ലിസ്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ്സ് ഫോർ FIs ഇതിനകത്ത് കുറച്ചുകൂടി നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും, ഡേറ്റ് ബേസ് ചെയ്തിട്ട്. ഇന്നലെ നോക്കുവാണെങ്കിൽ ഇന്നലത്തെ എന്ന് പറഞ്ഞാൽ 20,000 രൂപയുടെ ബൈ നടത്തിയിട്ടുണ്ട്, 20,000 രൂപയുടെ സെല്ല് നടത്തി, 21,000 രൂപയുടെ സെല്ലും നടത്തി. ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് 1,000 രൂപ ഉള്ളൂ. പക്ഷെ 20,000 കോടി രൂപയ്ക്കാണ് FIs ഇന്നലെ ഡീലിംഗ് നടത്തിയത്. അതുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റ് ഹൈലി വോളറ്റൈൽ. കാരണം FIs 20,000 കോടി രൂപയ്ക്ക് സെല്ല് നടത്തിയപ്പോൾ തന്നെ നമ്മുടെ റീറ്റെയിലേഴ്സ് കൂടെ അതിന്റെ കൂടെ ചാടി പുറപ്പെട്ട് സെല്ല് നടത്തി, പേടിച്ചിട്ട് പാനിക് സെല്ലിംഗ് ആയി. ഇവിടെ ഇത്രേ കിട്ടത്തുള്ളൂ, 1,322. പക്ഷെ ആക്ച്വലി ട്രേഡ് നടന്ന 20,000 കോടിയുടെ ട്രേഡാണ്. ഞാൻ ഇന്നലെ അവിടെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്. ഇന്നലത്തെ ഞാൻ NSEയുടെ സൈറ്റ് നോക്കിയപ്പോ ആണ് ആ വാല്യൂ കിട്ടിയത്. അപ്പൊ ഇന്നലെ നല്ല സെയിലും പർച്ചേസും നടന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ഇന്നലെ നല്ലൊരു എഫക്റ്റ് നടന്നത്. FI ഇൻവെസ്റ്റ്മെന്റ്സ് ട്രേഡ് വേസ് ഡേറ്റ ഓഫ് FI ആരാണ് വന്നത്? ഞാനാ. ഇന്നലത്തെ ഡേറ്റ കിട്ടേണ്ടതാണ്. ഇതിനകത്ത് കിട്ടുന്നില്ല. ഇന്നത്തെ ഡേറ്റ ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ സെഗ്രിഗേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ആണ് അവർ കാണിക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് FIs എന്ന് ചെയ്ത്. ഇപ്പൊ FIs എന്ന് ട്രേഡ് എടുത്ത് സ്റ്റോക്കിൽ ഓപ്ഷൻസിൽ ചെയ്ത് കണ്ടോ, ഫ്യൂച്ചേഴ്സിൽ 76,400 കോടിയുടെ കോൺട്രാക്ട്സ് അവര് ഡീൽ ചെയ്തിട്ടുണ്ട്. ഇത്ര കോടി രൂപ. ഇൻഡെക്സ് ഓപ്ഷനിൽ, അതായത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഒക്കെ സ്റ്റോക്ക് ഫ്യൂച്ചറിൽ, ഇന്ന് നിഫ്റ്റി ഓപ്ഷനിലായിരിക്കും അവർ ചെയ്തേക്കുന്നത്. സ്റ്റോക്ക് ഫ്യൂച്ചർ, സ്റ്റോക്ക് ഓപ്ഷൻ, ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ്. ഓക്കെ, ഇതിലൊക്കെ അവർ ട്രേഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് ഫ്യൂച്ചറിൽ, സ്റ്റോക്ക് ഓപ്ഷനിൽ, അതിലെല്ലാം ഒരു ട്രേഡ് വരുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇത് കൊടുത്തേക്കുക, എത്ര രൂപ വെച്ചാൽ. ഓക്കെ, അത് CDSLന്റെയും NDSLന്റെ സൈറ്റിൽ കിട്ടും. നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. NDSLും CDSLും ആണ് ഡെപ്പോസിറ്ററീസ്. അവരാണ് കോൺട്രാക്ട് അതും ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആയാലും ആരുടെ ആയാലും. ഓക്കെ, അപ്പൊ നമ്മൾ അത് വന്നു. ഓക്കെ, അതിൽ സമയം കളയണ്ട. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു FIയുടെ DIയുടെ ഒരു മോഡ് ഓഫ് ആക്ടിവിറ്റി കാണാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് മനസ്സിലാവുന്നത്? കഴിഞ്ഞ 1 തൊട്ട് 5 വരെ ബൈയിങ് മോഡായിരുന്നു. ഇവിടെയും ചെറിയ ബൈയിങ് മോഡ് തന്നെയാണ്. കണ്ടോ, ഈ ഒരു ആക്ടിവിറ്റി ബൈയിങ് ആക്ടിവിറ്റി തന്നെയാണ്. 15-ാം തീയതി കഴിഞ്ഞപ്പോൾ അവർ സ്വഭാവം മാറിയുണ്ടോ? 15-ാം തീയതി കഴിഞ്ഞിട്ട് 18, 20, 21, ഇനി അങ്ങോട്ട് കുറച്ച് സെല്ലിംഗ് മോഡായിരിക്കും. നെറ്റ് നോക്കുവാണെങ്കിൽ അവരുടെ ഈ മോഡ് കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ ആയിരിക്കും. ഇനി ഇതൊരു മന്ത്ലി നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ സെല്ലിംഗ് മോഡ് കണ്ടോ. നവംബറിൽ ബൈയിങ് മോഡ് വന്നു. ഡിസംബറിലെ നെറ്റ് വരുമ്പോൾ ഡിസംബറിൽ ചിലപ്പോൾ ബൈയിങ് മോഡ് തന്നെ ആയിരിക്കും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അവരുടെ ഒരു മോഡ് ഓഫ് ആക്ടിവിറ്റി കുറച്ചു നേരം കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ 2 മാസം സെല്ലിംഗ് മോഡ്, ഇത് കഴിഞ്ഞ് 2 മാസം ബൈ മോഡ്. ഇവിടെ കണ്ടോ, കണ്ടിന്യൂസ് സെല്ലിംഗ് മോഡ്. നവംബർ, ഡിസംബർ, ഇത് 2008-ലാണ്. ഒരു കണ്ടോ, അവിടെ നോക്കുവാണെങ്കിൽ കണ്ടിന്യൂസ് സെല്ലിംഗ് മോഡാണ്. ഇപ്പൊ നമുക്ക് 2022 നോക്കാം, ഇത്രയും പുറകെ ഉണ്ടോ.
2020 നമ്മുടെ മാർക്കറ്റിനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ കൊറോണയ്ക്ക് മുന്നുള്ള മാർക്കറ്റ് അല്ല കൊറോണയ്ക്ക് ശേഷമുള്ള മാർക്കറ്റ്, മോഡിക്ക് മുന്നുള്ള മാർക്കറ്റ് അല്ല മോഡിക്ക് ശേഷമുള്ള മാർക്കറ്റ്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. അപ്പൊ എഫ് ഐസിന്റെ ഡി ഐസിന്റെ ഒക്കെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ടാവും. എഫ് ഐസിന്റെ സ്വഭാവത്തിൽ എസ്പെഷ്യലി മാറ്റം ഉണ്ടെന്ന് വെച്ചാൽ അവർ ഗ്ലോബലിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ അവർ മാർക്കറ്റിന്റെ കണ്ടീഷൻസ്, എക്കണോമിക് കണ്ടീഷൻസ് എല്ലാം നോക്കിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മാർക്കറ്റിനെ രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞ മാതിരി കൊറോണയ്ക്ക് മുന്നേയും പിന്നെയും മോഡിക്ക് മുന്നേയും പിന്നെ എന്നുള്ള രീതി രണ്ട് രീതിയിൽ അനലൈസ് ചെയ്യാം. അപ്പൊ നമ്മൾ 2022 തൊട്ടുള്ള 21, 22 തൊട്ടുള്ള ഡേറ്റ നോക്കിയാൽ മതി. അതിന് പുറകെ ഉള്ളത് നമുക്ക് അത്ര റിലയബിൾ ആയിരിക്കത്തില്ല. പക്ഷെ അവിടെ നോക്കിയതുണ്ട് 2020 ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെ ഒരു ബൈ മോഡായിരുന്നു. ഇവിടെ കണ്ട സെല്ലിംഗ് മോഡ് വന്നു. ജാനുവരി തൊട്ട് ഏപ്രിൽ വരെ സെല്ലിംഗ് മോഡ്. ഇവിടെ നോക്ക്, ഏപ്രിൽ തൊട്ട് ഓഗസ്റ്റ് വരെ സെല്ലിംഗ് മോഡ്. അപ്പൊ ഇങ്ങനെ വരുമ്പം ഇതിൽ നിന്ന് നമുക്കൊരു ഐഡിയ കിട്ടും എഫ്ഐയുടെ സ്വഭാവം. ഇവിടെ നോക്ക്, മാർച്ച് തൊട്ട് ജൂലൈ വരെ ബൈയിങ് മോഡ്, ജൂലൈ തൊട്ട് ഒക്ടോബർ വരെ സെല്ലിംഗ് മോഡ്. അപ്പൊ അവരുടെ ആക്ടിവിറ്റി കുറച്ചധികം നീണ്ടു നിൽക്കും. അവരുടെ ഒരു ഇത് ഒക്ടോബർ 21 തൊട്ട് ഹ്യൂജ് സെല്ലിംഗ് ആണ് ജൂൺ 22 വരെ നടത്തിയേക്കുന്നത്. അപ്പോഴൊക്കെ നമ്മുടെ മാർക്കറ്റ് ചെറിയ ചെറിയ ലെവലിൽ നിൽക്കുന്നേ ഉള്ളായിരുന്നു. അധികം കാര്യമായിട്ട് മൂവ്മെന്റ് ഒന്നുമില്ല. അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കൂടിയപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഇവിടെ പറന്നത് കുറച്ച്. ഒക്ടോബർ വരെ മാർക്കറ്റ് നല്ലൊരു പറക്കുമല്ലായിരുന്നു. അപ്പം ഇതിന്റെ ഒരു കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ ഇവർ എത്ര സെല്ല് ചെയ്യുന്നോ അതിന് ഇക്വലന്റ് ആയിട്ട് ഇവിടെ ഇവർ ബൈ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ മാർക്കറ്റിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന ഡി ഐസ് ആണ്. ഇപ്പൊ എഫ് ഐസ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അവർ ബൈ ചെയ്യും, എഫ് ഐസ് ബൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ കുറച്ച് സെല്ല് ചെയ്യും. എന്നുവെച്ചാൽ ഇതൊരു ബാക്ക് ടു ബാക്ക് ആണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുതുചാരി നിൽക്കുന്ന മാതിരിയാണ്. എന്നാൽ മാത്രമേ മാർക്കറ്റ് സസ്റ്റൈൻ ആയിട്ട് നിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇടിഞ്ഞ് താഴെ പോയി. ഇപ്പൊ എഫ് ഐസ് ഇത്രയും സെല്ല് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് താഴെ വീണുകൊണ്ടേയിരിക്കും. ഒരു മാസം മൊത്തം സെല്ലിങ് മാത്രം നടന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴെ വീണുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇതിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മാർക്കറ്റ് ബാലൻസ് ചെയ്ത് പോകുന്നത്. ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇടിഞ്ഞ് താഴെ പോകും, പിന്നെ ആരും ഇങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരത്തുമില്ല. അപ്പൊ ഇതാണ് എഫ് ഐസിന്റെ ഒരു ഡി ഐസിന്റെ ഒരു ക്യാഷ് മാർക്കറ്റിലെ ആക്ടിവിറ്റി. ഇനി എഫ് എൻ ഒ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, ഡെറിവേറ്റീവ് മാർക്കറ്റ്. ഈ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡി ഐസിന് യാതൊരു റോളും ഇല്ല. ഡി ഐസ് ഫ്യൂച്ചർ ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അവർ മ്യൂച്വൽ ഫണ്ടിൽ സ്റ്റോക്കാണ് വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് എഫ് ഐസ്, ഇൻഡെക്സ് ഓപ്ഷനിലും ചെയ്യുന്നുണ്ട്, ഇൻഡെക്സ് ഫ്യൂച്ചറിലും ചെയ്യുന്നുണ്ട്, ഇൻഡെക്സ് ഓപ്ഷനിലും ചെയ്യുന്നുണ്ട്. നിഫ്റ്റി ഫ്യൂച്ചറും ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ അങ്ങനെയൊക്കെയുള്ള ഫ്യൂച്ചേഴ്സും ചെയ്യുന്നുണ്ട്. നിഫ്റ്റി CEP അതും ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് ഫ്യൂച്ചറും ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് ഓപ്ഷനും ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് എഫ് ഐയുടെ ഇൻഫ്ലുവൻസ് കൂടുതലാണ് നമ്മുടെ മാർക്കറ്റ്, എസ്പെഷ്യലി ഡെറിവേറ്റീവ് മാർക്കറ്റിൽ. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു സ്റ്റോക്കിനകത്തൊക്കെ ഫ്യൂച്ചറൊക്കെ എടുക്കുമ്പോഴാണ് പെട്ടെന്ന് സ്റ്റോക്കിനകത്തൊക്കെ അടിച്ച് മേലോട്ട് കയറി പോകുന്നത്. മേളിൽ കയറി പോയിട്ട് അവർ വിൽക്കുമ്പോൾ അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാൻ പോകുമ്പോഴാണ് നമ്മൾ പിടിച്ചോണ്ടിരിക്കുന്നത്. അവർ നേരത്തെ കയറിയിട്ടുണ്ടാവും, അവർ ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിപ്പോ പോകുന്നു പറഞ്ഞിട്ട് കയറും, അപ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചടിക്കും. ഇതാണ് നമ്മുടെ മാർക്കറ്റിൽ ആ എഫ് ഐസിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് നമുക്ക് മിക്കപ്പോഴും സ്റ്റോക്കിൽ പോലും ഫ്യൂച്ചർ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത്. ഇത് ക്ലിയർ ആയ അന്നേരം? ഇതിനകത്തൊന്നും അറിയാനൊന്നുമില്ല, ഇത് അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ ഇതാണ് ഇപ്പൊ അവരുടെ ഒരു മോഡ് മനസ്സിലായി. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു സെല്ലിംഗ് മോഡിലാണ് അവർ നിൽക്കുന്നത്. അത് മനസ്സിലായല്ലേ? ഇവിടെ നോക്കിക്കഴിഞ്ഞാല് എഫ് ഐസ് ഇവിടെ എഫ് ഐയുടെ ഡേറ്റ ഇവിടെ ഉണ്ട്. ലാസ്റ്റ് 30 ഡേയ്സിൽ മ്യൂച്വൽ ഫണ്ട് എഫ് ഐ ഇതിനകത്ത് മേജർ എഫ് ഐയുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. എവിടാണെന്ന് എനിക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല.
ഓക്കെ, അതെവിടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് FI എന്ന് പറയുന്നത്. ഇതിപ്പോ നമ്മുടെ ഇതിനകത്തുള്ള ഒരു മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ ഗവൺമെന്റ് ആണ്. പിന്നെ കനേഡിയൻ ഗവൺമെന്റ്, അങ്ങനെ കുറെ ഇഷ്യൂസ്. കാനഡയായിട്ട് ഗവൺമെന്റിന് ഇഷ്യൂസ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ FIs ഫണ്ട് പിൻവലിക്കുക, കാരണം അടുത്ത 1000 കോടി രൂപ നമ്മുടെ മാർക്കറ്റിലുണ്ട്, അവർ ഫണ്ട് പിൻവലിക്കാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പം അങ്ങനത്തെ ഗവൺമെന്റുകളാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് കൂടുതലും. പിന്നെ അവിടുത്തെ വലിയ വലിയ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ, ബാങ്കുകൾ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ കാണുവാണെങ്കിൽ ഞാൻ അയച്ചു തരാം. ഓക്കെ, ഇതാണ് FISന്റെ ഒരു ആക്ടിവിറ്റി. അടുത്ത നമ്മള് ഇതൊന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ് FISന്റെ ഒരു മോഡ്. ഇപ്പൊ നാളെ FISന്റെ സെല്ലിംഗ് ഒക്കെ തന്നെ ആയിരിക്കും. ഈ സെല്ലിംഗ് മാറി ബൈയിങ് വരുവാണെങ്കിൽ അതിന് അടുത്ത ദിവസം ചിലപ്പോൾ ബൈയിങ് മോഡായിരിക്കും. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടും മാർക്കറ്റ് എന്താണ്. ഒരു 8-10 ആകുമ്പോൾ നമുക്ക് സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് നമുക്കൊരു ഇതിനകത്ത് ഞാൻ നോക്കാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതിനകത്ത് മണി കൺട്രോളിനകത്ത് നമുക്കൊരു ന്യൂസ് കിട്ടും, 15 തിങ്സ് ടു ഡു ബിഫോർ ദ ഓപ്പണിംഗ് ബെൽ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഓക്കെ, അങ്ങനെ ഒരു ന്യൂസ് കിട്ടും. എന്ന് വെച്ചാൽ അതിനകത്ത് അത്യാവശ്യം ഇന്ന് നടന്ന ആക്ടിവിറ്റീസിന്റെ ഒക്കെ ഒരു സമ്മറി അതിനകത്ത് പറയും. മിക്കപ്പോഴും എനിക്കത് നോക്കിയാൽ കിട്ടാറില്ല. മൊബൈലിനകത്ത് അത് പെട്ടെന്ന് കിട്ടും. മൊബൈലിനകത്ത് അത് ന്യൂസായിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്ത് വരും. മൊബൈലിൽ ഡെയിലി വരും, അപ്ഡേഷൻ ഉണ്ട്. അപ്പൊ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെയാണ് സ്റ്റോക്ക് നടന്നത്, ഇന്ന് എന്തൊക്കെയാണ് സ്റ്റോക്കിന്റെ ഡെലിവറി, എത്ര സ്റ്റോക്ക് പോയിട്ടുണ്ട്, ഇന്ന് ഏതൊക്കെ സ്റ്റോക്ക് ലോങ് അൺവൈൻഡിങ് ആയിരുന്നു, ലോങ് ബിൽഡപ്പ് ഏതൊക്കെയായിരുന്നു എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോക്കിന്റെ ക്യാരക്ടർ 2-3 ദിവസം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ചെറിയ മൂവ്മെന്റുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു സ്റ്റോക്ക് ഇതുപോലെ തന്നെ ഒരു ട്രെൻഡിങ് ആണെങ്കിൽ അത് അടുത്ത 2-3 ദിവസം അതേ ഒരു സ്വഭാവം തന്നെ ആയിരിക്കും. നിങ്ങൾ ഓൾറെഡി നോക്കുന്നതല്ലേ, അപ്പൊ നിങ്ങൾക്ക് അതറിയാലോ അതിനകത്ത് എന്തൊക്കെയാണ്. പിന്നെ ലിഫ്റ്റിയുടെ സപ്പോർട്ട്, റെസിസ്റ്റൻസ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം അവിടെ കൊടുക്കാറുണ്ട്. ഓക്കെ, ഇന്ന് CTV ഭയങ്കര ഇതായിരുന്നു. സോണി ഹാവ് ലേറ്റ് ജനുവരി ടു ക്ലോസ് 10 ബില്യൺ മെർജർ. അപ്പൊ ഈ ഒരു ന്യൂസ് ആയിരിക്കാം ഇന്ന് CTV 4% ഓപ്പൺ ആയതാണ്. ഇന്നലെ 7% മൈനസ് കടന്ന സാധനം. ഓക്കെ, ഇന്ന് IRCTC ജമ്പിങ് ആയിരുന്നു. IRCTC ഇന്നലെ 7% ഡൗൺ പോയതാ. ഈ ഒരു ന്യൂസ് ആയിരിക്കും ഇന്ന് അതിന് കാരണം. ഇന്ന് അത് മുന്നേ അറിഞ്ഞു. ഇതിപ്പോ ന്യൂസ് 2 മണിക്ക് വന്നിട്ടുള്ളതെങ്കിലും മുന്നേ അറിഞ്ഞിട്ടുള്ളവരാണ് അതിനകത്ത് ചാടി കയറിയത്. അപ്പൊ നാളെ ഇത് അപ്പർ സർക്യൂട്ട് ആയിരിക്കും. ചിലപ്പോൾ നാളെ എൻട്രി ഉണ്ടാവത്തില്ല അതിനകത്ത്. മാർക്കറ്റ് വൈഡ് MWP അടിക്കും. ആ ന്യൂസ് കിട്ടിക്കഴിഞ്ഞാല് ആ ന്യൂസിനകത്ത് നിങ്ങൾക്ക് സ്റ്റോക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യപ്പെട്ട സ്റ്റോക്കുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അത് അതിൽ നിന്ന് നോക്കിയിട്ട് ആ സ്റ്റോക്കുകളൊക്കെ ഒന്ന് വാച്ച് ലിസ്റ്റ്, നിങ്ങൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ആ സ്റ്റോക്കുകളൊക്കെ ഒന്ന് വാച്ച് ലിസ്റ്റ് ഇട്ട് വെക്കുക. ഇന്ന് ഏറ്റവും മൂവ്മെന്റ് ഉള്ള ലോങ് ബിൽഡപ്പ് ഉള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയായിരുന്നു, ഹൈ ഡെലിവറി പോയ സ്റ്റോക്കുകൾ ഏതൊക്കെയായിരുന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് വാച്ച് ലിസ്റ്റ് ഇട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ ഞാൻ വേറൊരു കാര്യം കാണിച്ചത്, മോസ്റ്റ് ആക്റ്റീവ് സ്റ്റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഈ പറയുന്ന സ്റ്റോക്കിന്റെ സ്വഭാവം കണ്ട ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്വഭാവം തുടങ്ങി കഴിഞ്ഞാൽ ഒരു 3 ദിവസം അല്ലെ 4 ദിവസമൊക്കെ സെയിം മോഡ് തന്നെ ആയിരിക്കും. ഇവിടെ കണ്ടോ 3 ദിവസം കണ്ടിന്യൂസ് ഗ്രീൻ ആയി. ഇപ്പൊ അത് 5 ദിവസം സ്റ്റാറ്റസ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇതിനകത്തൊരു നോക്കിക്കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് സ്റ്റോക്കുകൾ ഒരു 3 ദിവസമൊക്കെ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. കണ്ടോ, റെഡ് ആണെങ്കിൽ അടുത്ത 2 ദിവസം റെഡ് ആയിരിക്കും. ഇവിടെ കണ്ടോ 3 ദിവസം. ഇനിയിപ്പോ ചിലപ്പോൾ നാളെ ഇത് ഗ്രീൻ ആയിരിക്കും. ഇവിടെ ഇത് 3 ദിവസം ഗ്രീൻ ആയി. ഇതിപ്പോ നാളെ ഇത് റെഡ് ആയിരിക്കും.
അങ്ങനെ ഉണ്ട്. ഇത് ചിലപ്പോൾ കണ്ടിന്യൂസ്, ഇത് കണ്ടിന്യൂസ് നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 3 ദിവസം കഴിഞ്ഞിട്ട് ചേഞ്ച് ആയതുണ്ടോ? ഇതൊരു ഈ ഒരു പൾസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. യൂഷ്വലി ഞാൻ പറയുന്ന കാര്യത്തിന് അതൊരു കഴമ്പുണ്ടെന്ന് മനസ്സിലായില്ലേ? ഇവിടെ കണ്ടോ 3 ദിവസം കഴിഞ്ഞ് ചേഞ്ച് ആയതുണ്ടോ? ഇതൊരു 70-80% ഇതിങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇത് കണ്ടില്ലേ? ഇപ്പൊ റിലയൻസ് നോക്കിക്കഴിഞ്ഞാൽ റിലയൻസ് ഇപ്പൊ ICICI ബാങ്ക് അപ് ട്രെൻഡ് ആയിരുന്നു, കഴിഞ്ഞ 4 ദിവസമായിട്ട് ഡൗൺ ട്രെൻഡ്. ഇവിടെ കഴിഞ്ഞ 3 ദിവസം, ഇന്നലെ പിന്നെ സ്റ്റോക്കുകളൊക്കെ ഡൗൺ ട്രെൻഡ് അടിച്ച് അറിയാമല്ലോ. റിലയൻസ് അപ് ട്രെൻഡ് ഇന്നലെ ഡൗൺ അടിച്ചു, വീണ്ടും ഇനി ഗ്രീൻ വരുന്നു. റിലയൻസ് ഒരു ബുള്ളിഷ് മോഡിലാണ് ഇപ്പൊ. ഇപ്പൊ ഇത് നോർമൽ മാർക്കറ്റ് ഉള്ള സമയത്താണ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 3 ദിവസം അപ് ട്രെൻഡ്, 3 ദിവസം ഡൗൺ ട്രെൻഡ്, അങ്ങനെ ആയിരിക്കും ഒരു മാർക്കറ്റ് സ്റ്റോക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. 3 അല്ലെ 4 ദിവസം. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കുക. അതെടുത്തിട്ട് അതൊന്ന് നോക്കുക. ഹൈ വോളിയം ഡെലിവറി വന്ന സ്റ്റോക്ക് ഏതൊക്കെയാണ്? ഷോർട്ട് കവറിംഗ് നിൽക്കുന്ന സ്റ്റോക്ക്. ഷോർട്ട് കവറിംഗ് നമുക്ക് ചോദിച്ചാൽ അത് ബുള്ളിഷ് ആണ്. താഴെ സ്റ്റോക്ക് ഷോർട്ട് കവറിംഗ് യൂഷ്വലി ഉപയോഗിക്കുന്ന മെത്തേഡ് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. ഇതുപോലെ മാർക്കറ്റ് ഡൗൺ ആയിട്ട് വന്നിട്ട് തിരിച്ചു കയറുന്ന ടൈമിലാണ് ഷോർട്ട് കവറിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്നത്തെ ദിവസം ഷോർട്ട് കവറിംഗ് നിൽക്കുന്ന സ്റ്റോക്ക് ഏതൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഷോർട്ട് കവറിംഗ് നിൽക്കുന്നത് നാഷണൽ അലൂമിനിയം ഷോർട്ട് കവറിംഗ് 6% അപ്പ് ആണെങ്കിൽ ഷോർട്ട് കവറിംഗ് നിൽക്കുന്നത്. എന്തുകൊണ്ട് ഷോർട്ട് കവറിംഗ് നിൽക്കുന്ന പറഞ്ഞാൽ ഇത് ആദ്യം ഒരു ഹൈ അടിച്ചിട്ട് തിരിച്ചു പോയ സ്റ്റോക്കാണ്, അതുകൊണ്ടാണ് ഷോർട്ട് കവറിംഗ്. പോയിട്ട് തിരിച്ച് വീണ്ടും റീട്രേസ് ചെയ്ത് വരുവാണ്, അതുകൊണ്ടാണ് ഷോർട്ട് കവർ. ഇപ്പൊ ആ ഗ്രാഫ് എടുത്ത് നോക്ക്, ഇതുണ്ടോ? ഇവിടുന്ന് ഷോർട്ട് കവറിംഗ്, അത് കവർ ചെയ്തു. ഇവിടുന്ന് അടിച്ചപ്പോഴാണ് ഷോർട്ട് കവറിംഗ് എന്ന് പറയുന്നത്. ഇവിടുന്ന് താഴോട്ട് അടിച്ചു ഇവിടെ വന്നു കഴിയുമ്പോൾ 109, 107 വന്നു. ഇനി ഇത് ഇവിടുന്ന് കവർ ചെയ്യുകയാണ്. ഈ ഷോർട്ടിനെ ഇവിടെ ഷോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലേഴ്സ് വന്നു, സെല്ലർ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇവിടെ വന്നത് കവർ ചെയ്യാണ്. ഇനി ഈ ഷോർട്ടിനെ കവർ ചെയ്യുമ്പോൾ ഇതിനെ ഷോർട്ട് കവറിംഗ് ആണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക് ഔട്ട് ആണ്. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഡേ ചാർട്ട് ഇത് ഇപ്പൊ ഈ ഷോർട്ട് കവറിംഗ് കാണിച്ചേക്കുന്ന ഇന്നത്തെ അവസ്ഥ, അത് ഈ ഒരു ഏരിയ ആണ് ഷോർട്ട് കവറിംഗ് ഉദ്ദേശിച്ചത്. ഇവിടെ നിന്ന് ഷോർട്ട് കവറിംഗ് അടിച്ചു കയറിയവര്. ഇവിടൊക്കെ ആണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വന്നു, ഇവിടെ ഡൗൺ ആയി, ഇവിടുന്ന് തിരിച്ചു കയറില്ല. ഇതിനെ ഷോർട്ട് കവറിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ മാർക്കറ്റിൽ എന്ത് സാധനം താഴെ വേണ്ടു. ഇപ്പൊ ഇന്നലെ നിഫ്റ്റി നോക്കുവാണെങ്കിൽ ഇന്നലെ നിഫ്റ്റി വീണ് ഇന്ന് ഷോർട്ട് കവറിംഗ് ചെയ്തു. ഇന്ന് നിഫ്റ്റി വീണു, ഇന്ന് തിരിച്ച് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് കയറുന്നതിനെ ഷോർട്ട് കവറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഷോർട്ട് കവറിംഗ് ഉള്ള സ്റ്റോക്ക് വരുമ്പോൾ അത് നെക്സ്റ്റ് ഡേ അപ് ട്രെൻഡ് ആയിരിക്കും. ഓക്കെ, ലോങ് അൺവൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് പുറകോട്ട് വലിക്കുകയാണ്. അതിന് വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നില്ല. അതാണ് അതിന്റെ ഒരു കണ്ടീഷൻ. ലോങ് ബിൽഡപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റോക്ക് ഒരേ ഡയറക്ഷനിൽ അപ് ട്രെൻഡിൽ പോവുകയാണെങ്കിൽ അതിന് ലോങ് ബിൽഡപ്പ് എന്ന് പറയും. ഇപ്പൊ ലോങ് ബിൽഡപ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ലോങ്ങിൽ പോകുന്ന സ്റ്റോക്ക് ഹിൻഡ് കോപ്പർ രാവിലോട്ട് ലോങ് ആയിരുന്നു. അപ്പൊ ഹിൻഡ് കോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഓപ്പൺ ചെയ്തപ്പോൾ തൊട്ട് തന്നെ പോന്നു. ഇവിടെ താഴെ വന്നപ്പോൾ ഇത് ഷോർട്ട് കവറിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ നോട്ടിഫിക്കേഷൻ കാണിക്കും. ഇവിടെ താഴെ വന്നപ്പോൾ ഷോർട്ട് കവറിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും. അവിടെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാനിത് കണ്ടായിരുന്നു. ഞാനിത് കണ്ടിട്ട് ഞാൻ എടുത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി 10% ഇരിക്കുന്ന സ്റ്റോക്ക് നമ്മൾ എടുത്തിട്ട് കാര്യമില്ല. ഇത് നോക്ക്, ഈ സ്റ്റോക്ക് ഇന്ന് ലോങ് ബിൽഡപ്പ് ആണ്. രാവിലെ തൊട്ടേ ഇത് ട്രെൻഡിങ് ആണ്, ലോങ് അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇതിവിടെ വന്നു ഷോർട്ട് കവർ ചെയ്തു, ഇവിടെ വന്നു പോയി ട്രെൻഡിങ് ലോങ് ബിൽഡപ്പ്, ഇവിടുന്ന് ഷോർട്ട് കവർ ചെയ്തു ലോങ് ബിൽഡപ്പ്, ഇങ്ങനെ പോവാണ്. അപ്പൊ ഇത് ലോങ് ബിൽഡപ്പ് ആണ്. ഓവറോൾ നോക്കുവാണെങ്കിൽ ഇത് ഇവിടെ വന്നിട്ട് ഷോർട്ട് കവർ ചെയ്ത് പോവാണ്. ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ ഇത് ഹൈ ബ്രേക്ക് ചെയ്ത് കണ്ടോ, പവർ കണ്ടോ, ആ ക്യാൻഡിൽ പോയ പോക്ക് കണ്ടില്ലേ? ഹൈ ബ്രേക്ക് ചെയ്ത് മേളിൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചേ? ഇവിടുന്ന് കയറിയ ആൾക്കാർ ഇവിടെ ഹൈ ബ്രേക്ക് ചെയ്തു വന്ന ഇവിടെ ചെന്നപ്പോൾ കണ്ടോ പ്രോഫിറ്റ് ബുക്ക് ചെയ്തോ, സഡനായിട്ട് താഴെ വന്നോണ്ടോ. താഴെ വന്നപ്പോൾ വീണ്ടും ആ ലെവലിൽ വന്ന് സപ്പോർട്ട് എടുത്തു. ആ ഹൈയിൽ തന്നെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് പുതിയ ആൾക്കാർ അവിടുന്ന് കയറുവാണ് ചെയ്യുന്നത്. കണ്ടോ, ആ ലെവലിൽ തന്നെ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു കയറും. ഇത് എല്ലാ കാര്യത്തിലും സംഭവിക്കണമെന്നില്ല. ചില സമയത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് നല്ലതായിട്ട് ഈ കയറിയവരെല്ലാം ഇറങ്ങി പോവാണെങ്കിൽ താഴെ വരെ സ്റ്റോക്ക് തിരിച്ച് ഇതും കഴിഞ്ഞു പോകും. ചില സമയത്ത് ഡിക്സൺ ഒക്കെ പോകുന്ന കണ്ടിട്ടില്ലേ? ഡിക്സൺ എന്ന് പറഞ്ഞ സ്റ്റോക്കൊക്കെ വെറും ഇതാണ്, ആൾക്കാർ അന്നേരം വിട്ടുപോകും. ചെറിയ ഡിപ്പ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വിട്ടുപോകും. ഇത് ലോങ് അൺവൈൻഡിങ് എന്നുള്ള കേസ് എന്തോ നമുക്ക് നോക്കാം. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം കൂടുന്നുണ്ട്, പ്രൈസ് കൂടുന്നില്ല. ഇവിടെ താഴെ നോക്ക്, വോളിയം കൂടുന്നുണ്ട്, സ്റ്റോക്കിന്റെ വോളിയം റൈസ് ആവുന്നുണ്ട്. സെല്ലായാലും ബൈ ആയാലും, മറ്റേ പ്രൈസിന് വലിയ കാര്യമായിട്ടുള്ള മൂവ്മെന്റുകളൊന്നുമില്ല.
പ്രൈസ് മൂവ് ചെയ്യുന്നില്ല. ഇവിടെ വോളിയം കയറിയിട്ട് കണ്ടോ പ്രൈസ് കാര്യമായിട്ടൊന്നും മൂവ് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള സ്റ്റോക്കുകളെ നമുക്ക് ലോങ് അൺവൈൻഡിങ് എന്ന് പറയാം. വോളിയം ഇൻക്രീസ് ആവുന്നുണ്ട്, പക്ഷെ പ്രൈസ് ഇൻക്രീസ് ആവുന്നില്ല. ഈ ഒരു ലെവലിൽ തന്നെയല്ലേ നിന്നത്. ഇത് ലോങ് അൺവൈൻഡിങ് എന്ന് പറയാം. വേറെ സ്റ്റോക്ക് നോക്കിയാലോ ലോങ് അൺവൈൻഡിങ്ങിന്റെ. PVR. PVRലും നല്ല വോളിയം കയറുന്നുണ്ട്. വോളിയം അത്യാവശ്യം ആവറേജിന് മേളി വരുന്നുണ്ട്. പക്ഷെ സ്റ്റോക്ക് കാര്യമായിട്ട് ഒരു മൂവ്മെന്റ് ഒന്നുമില്ല. ചെറിയ മൂവ്മെന്റ് ഉണ്ട്. പക്ഷെ ഇത് നമുക്ക് നമ്മുടെ ഓപ്ഷൻസിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയം DK മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കാര്യം പറഞ്ഞാൽ ഇവിടെ സ്റ്റോക്ക് ഇവിടെ താഴോട്ട് വന്നിട്ട് പിന്നെ തിരിച്ചു കയറുമ്പോൾ ഇവിടെ വന്നാൽ പോലും ഈ റേറ്റ് വരത്തില്ല. അപ്പൊ ഇതൊരു മൂവ്മെന്റ് കാര്യമായിട്ട് അതിന്റെ യൂഷ്വൽ ഡെയിലി മൂവ്മെന്റ്, ഇപ്പൊ ഒരു ദിവസത്തെ മൂവ്മെന്റ് നല്ല മൂവ്മെന്റ് ഉള്ള സ്റ്റോക്കാണ്. പക്ഷെ അതിന്റെ ഒരു നോർമൽ മൂവ്മെന്റ് ഒന്നും ഇല്ല. ഇതിനകത്ത് വോളിയം കയറുന്നുണ്ട്. വോളിയം ആവറേജിന് മേളിലുണ്ട്. ആവറേജ് ഇതാണെങ്കിൽ ആവറേജിന് മേളിലുണ്ട്. പക്ഷെ ഇതിനകത്ത് മൂവ്മെന്റുകൾ പ്രൈസ് ചേഞ്ച് വരുന്നില്ല. ഇനി ഷോർട്ട് ബിൽഡപ്പ്. ഷോർട്ട് ബിൽഡപ്പ് എന്ന് പറയുന്നത്, ഷോർട്ട് കവറിങ് നമ്മൾ ഓൾറെഡി കണ്ടു. ഷോർട്ട് ബിൽഡപ്പ് എന്ന് പറയുന്നത് സെല്ലേഴ്സ് കൂടാം. ഷോർട്ട് ബിൽഡപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ OI കൂടി വരാന്ന്. കോൾ OI കൂടുന്ന പറഞ്ഞാൽ കോൾ സെല്ലേഴ്സ് കൂടി വരാന്ന്. കോൾ റൈറ്റേഴ്സ് കൂടി വരാന്ന്. അപ്പൊ ഷോർട്ട് കവറിങ് ഇതാണ്ട് ഷോർട്ട് ബിൽഡപ്പ് ആണ്. ഷോർട്ട് എന്ന് പറഞ്ഞാൽ സാധനം താഴെ തന്നെയാണ് പോയത്. ഇവിടെ ഒരു ഷോർട്ട് കവറിങ് വന്നിട്ടുണ്ടെങ്കിലും സ്റ്റോക്ക് ഓപ്പൺ ചെയ്തപ്പോൾ തൊട്ട് താഴോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് തന്നെയാണ് സ്റ്റോക്ക് 0.03. ഇത് ഫുള്ളായിട്ട് പോസിറ്റീവ് വന്നിട്ടില്ല. ഇത് നോക്കാം. ക്യൂബ്, സെൻട്രൽ യൂണിയൻ ബാങ്ക് കണ്ട ഷോർട്ടാണ്, താഴോട്ടാണ്. അപ്പൊ ഇതിനെ ഷോർട്ട് ബിൽഡപ്പ് എന്നാ പറയുന്നത്. ഇന്നലെ ഓൾറെഡി 154 വന്നതാ. അവിടുന്ന് വീണ്ടും താഴോട്ട് പോയി. ഇന്നലെ ആയിരുന്നു ഏറ്റവും ലോ. അവിടുന്ന് വീണ്ടും താഴോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കാര്യമായിട്ട് ബയസ് ഒന്നും ഇല്ല. ബെയറിഷ് ആണ് സ്റ്റോക്ക്. എല്ലാ സെല്ലേഴ്സ് ആണ് കൂടി വരുന്നത്. ഈ സ്റ്റോക്ക് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി. ഇവിടെ സെല്ലേഴ്സിന്റെ OI ആണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഷോർട്ട് കവറിങ് ഉള്ള സ്റ്റോക്ക് ഏതാണ്, അതിന്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏതാണ്, ഏത് സ്ട്രൈക്കാന്നൊക്കെ. ഇത് ഇൻഡെപ്ത് ആയിട്ട് നോക്കുവാണെങ്കിൽ മതി. അപ്പൊ അതാണ്, അതൊന്ന് നോക്കി വെക്കുക നിങ്ങക്ക്. സോറി, ഇതൊന്ന് നോക്കും, നിങ്ങൾക്ക് മനസ്സിലായി ഏതൊക്കെ സ്റ്റോക്കാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് സെല് ചെയ്യാനുള്ള സ്റ്റോക്കുകളാണെങ്കിൽ P എടുക്കാനുള്ള സ്റ്റോക്കുകളാണ് ഷോർട്ട് ബിൽഡപ്പിൽ നോക്കുക. C എടുക്കാനുള്ളതാണ് ഷോർട്ട് കവറിങ്ങിലും ലോങ് ബിൽഡപ്പിൽ നോക്കുക. അൺവൈൻഡിങ്ങിന് തൽക്കാലം മാറ്റി വെക്കുക. അതിനകത്ത് കാര്യമായിട്ട് മൂവ്മെന്റ് ഉണ്ടാവില്ല. അൺവൈൻഡിങ്ങിൽ കൺസോൾട്ടേഷൻ മോഡായിരിക്കും അൺവൈൻഡിങ്. ഇത് ക്ലിയർ ആയോ? അപ്പൊ ഇതിനകത്ത് കുറച്ച് നമുക്ക് ലെവൽസ് ഒക്കെ കിട്ടും. നമുക്ക് നിഫ്റ്റിയുടെ ലെവല്, ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസുകളൊക്കെ അവർ ഇതിനകത്ത് പറയുന്നുണ്ട് ഈ 15 തിങ്സിനകത്ത്. അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയുടെ ഒക്കെ ലെവൽസ് വേണേൽ വരച്ചിടാം, സപ്പോർട്ട് റെസിസ്റ്റൻസ്. ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് പിവറ്റ് ലെവൽസ് കിട്ടും. പക്ഷെ അതിലും വ്യത്യസ്തമായിട്ട് പിവറ്റ് അല്ലാതെ നമുക്ക് നമ്മുടേതായ ഓൺ ലെവൽസ് കിട്ടും. ഇനി നമ്മുടെ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മതി ഹൈയും ലോയും റേഞ്ച് നമുക്ക് മാർക്ക് ചെയ്തിടാൻ പറ്റും. അതുപോലെ തന്നെ പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോ. ഇപ്പൊ ഒരു ചാർട്ട് എടുത്താൽ വരയ്ക്കാവുന്ന ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം വരയും കുറിയായിരിക്കും. എന്നാലും ഞാൻ പറയുകയാണ്. ഇപ്പൊ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ മന്ത്ലി ഹൈ, മന്ത്ലി ലോ വേണമെങ്കിൽ വരയ്ക്കാം. ആവശ്യമുണ്ടെങ്കിൽ വരയ്ക്കാം. മന്ത്ലി ലോ, മന്ത്ലി ഹൈ, ഇതൊരു ലെവലാണ്. ഇനി അടുത്ത വീക്ക് എടുത്തു. വീക്കിലി ലോ, വീക്കിലി ഹൈ. ഓക്കെ, അത് കിട്ടിയേ.
ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്ത് വെക്കാം. എന്താണ് ഈ ലെവൽ, എന്താണ് വീക്കിലി ലോ. അപ്പൊ അത് കാണാൻ മനസ്സിലാവുമല്ലോ എന്താന്ന്, ഇല്ലെങ്കിൽ മനസ്സിലാവത്തില്ല. അല്ലെങ്കിൽ ഇവിടെ തന്നെ ടെക്സ്റ്റ് ആഡ് ചെയ്യുകയും ചെയ്യാം. ഇപ്പൊ വീക്കിലി ലോ ആണെങ്കിൽ വീക്കിലി ലോ. ഇത് വീക്കിലി ഹൈ, മന്ത്ലി ഹൈ സെയിം ആണല്ലോ. മന്ത്ലി ഹൈ വീക്കിലി ഹൈയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ചില സമയത്ത് വീക്കിലി കുറവായിരിക്കും, മന്ത്ലി ഹൈ കൂടുതലായിരിക്കും. പകരം മാർക്ക് ചെയ്യാം. ഇത് നമ്മള് വീക്ക് മാർക്ക് ചെയ്ത് ഇനി 15 മിനിറ്റ് വരിക. ഉം. 15 മിനിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഡെയിലി ലോയും ഡെയിലി ഹൈയും മാർക്ക് ചെയ്ത് വെക്കാം. ഇപ്പൊ ഡെയിലി ലോ, ഇന്നത്തെ ഡേ ലോ, ഇന്നത്തെ ഡേ ഹൈ, ഇത് രണ്ടും മാർക്ക് ചെയ്ത് വെച്ചു. ഇനിയിപ്പോ നമ്മൾ നാളത്തെ മാർക്കറ്റിലേക്ക് മാർക്ക് ചെയ്യുന്നെങ്കിൽ ഇത് PDL PDH എന്ന് ഇട്ടു, പ്രീവിയസ് ഡേ ലോ പ്രീവിയസ് ഡേ ഹൈ എന്ന്. കാര്യം എന്ന് പറഞ്ഞാൽ ഓൾവേസ് മാർക്കറ്റ് പ്രീവിയസ് ഡേയുടെ ലെവലുകൾ റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇന്നലത്തെ പ്രീവിയസ് ഡേ ലോയിൽ നിന്നാണ് മാർക്കറ്റ്, ഇവിടെ ലോ ആയിരുന്നു, ഇന്നലെ പ്രീവിയസ് ഡേ ലോ ഇതായിരുന്നു, പ്രീവിയസ് ഡേ ഹൈ അതായിരുന്നു. ഓക്കെ, ഇന്നലത്തെ ഇവിടെ വരുമ്പോൾ മാർക്കറ്റ് ഉണ്ട്, ഇവിടെ ഒരു റെസ്പെക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെ ചെറിയൊരു സെല്ലേഴ്സ് വന്നു, ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ മാർക്കറ്റ് അപ് ട്രെൻഡ് ആയി. ഇതിന് ബ്രേക്ക് ചെയ്യുന്നതിൽ ഇവിടുന്ന് റിജക്ഷൻ ആണെങ്കിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് തന്നെ പോകും. അപ്പം ഈ പ്രീവിയസ് ഡേ ലെവൽസിന് ചെറിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഈ പ്രീവിയസ് ഡേ ലോ പ്രീവിയസ് ഡേ ഹൈ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ഡേ മാർക്കറ്റ് തുറക്കുമ്പോൾ ഇവിടെ ആയിരിക്കും തുറക്കുന്നത്. പിന്നെ മാർക്കറ്റ് ഞാൻ ഇന്നലെ പറഞ്ഞ മാർക്കറ്റ് ഇവിടെയാണ് തുറക്കുന്നതെങ്കിൽ മാർക്കറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കും. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഉള്ള ഇതാണ്, ഈ ഏരിയയിൽ വന്ന് ടച്ച് ചെയ്യും. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് ഇതിന്റെ സ്റ്റോപ്പ് ലോസ് എടുക്കും. ഇതിന്റെ സ്റ്റോപ്പ് ലോസ് എടുത്തു കഴിഞ്ഞിട്ട് മാർക്കറ്റ് അത്രയും സുഖമൊന്നും തോന്നിയില്ലെങ്കിൽ ഒന്നുകൂടെ താഴ്ത്തു വരും. ഇവിടെ വന്ന് സ്റ്റോപ്പ് ലോസ് ഉണ്ടല്ലോ, ഇവിടെ കണ്ടോ, ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ട്, ഇവിടെ ഒരു ഇതാണ് ലിക്വിഡിറ്റി സോൺ ആണ്. അപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടം വരെ ഒന്ന് സ്റ്റോപ്പ് ലോസ് എടുക്കും. ഇവിടം വരെ ഒന്ന് സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. എന്നിട്ടും അപ്പം സെന്റിമെന്റ്സ് മാറിയിട്ടില്ലെങ്കിൽ, ആൾക്കാർ പേടിച്ചിട്ട്, ഇപ്പൊ ഹൈല് നിൽക്കുന്നതുകൊണ്ട് ആൾക്കാർ ചിലപ്പോൾ പേടിച്ചിട്ട് വിറ്റെന്നിരിക്കാം. നല്ല സെന്റിമെന്റ്സ് മാറിയിട്ടില്ല, പുതിയ ബയേഴ്സ് വന്നിട്ടുണ്ടല്ലേ, പുതിയ ഇൻവെസ്റ്റേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് അവിടുന്ന് ഇപ്പൊ മാർക്കറ്റ് നാളെ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ലെവലിൽ ഓപ്പൺ ചെയ്ത് വെച്ചു 135 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് രാവിലെ ഇവിടെ വരും. പ്രീവിയസ് ഇന്നലത്തെ ഹൈ ഉണ്ടല്ലോ, പ്രീവിയസ് ഡേ ഹൈയിലൊന്ന് വന്ന് നോക്കും, ഇവിടുന്ന് സപ്പോർട്ട് എടുക്കാൻ നോക്കും, ചെറുതായിട്ടൊന്ന് നോക്കിയിട്ട് പുള്ളിഷ് കാണിക്കും, എന്നിട്ട് കുറെ റീറ്റെയിലേഴ്സിനെ കയറ്റും, എന്നിട്ട് ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് വരും, ഈ സ്റ്റോപ്പ് ലോസ് എടുക്കും. അന്നേരം നമ്മൾ വിചാരിക്കും വീണ്ടും, എന്നിട്ട് ഇവിടുന്ന് മേലോട്ട് നോക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും സപ്പോർട്ട് എടുത്ത് മേലോട്ട് പോകും. ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ ഇച്ചിരി മേളിൽ പോയിട്ട് റിജക്ഷൻ അടിക്കും. റിജക്ഷൻ അടിച്ചിട്ട് വീണ്ടും മാർക്കറ്റിന് ഫണ്ട് തോന്നു വന്ന് താഴോട്ട് വരും. താഴോട്ട് വന്ന് ഇവിടുത്തെ സ്റ്റോപ്പ് ലോസ് എടുക്കും. എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, അടിച്ച് മേലോട്ട്, ഇത് ഈ സ്റ്റോപ്പ് ലോസ് എല്ലാം ഈ മേലോട്ട് പോകാൻ വേണ്ടി ഇവിടുന്ന് കയറ്റിയ ആൾക്കാരെ എല്ലാം സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് മാർക്കറ്റ് മേളിൽ പോകും. മേളിൽ പോയിട്ട് വേണമെങ്കിൽ ഇവിടം വരെയൊക്കെ പോകും. ഈ ലെവൽ വരെയൊക്കെ ചിലപ്പോൾ മാർക്കറ്റ് പോയെന്നിരുന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ഇവിടെ ഒരു ലിക്വിഡ് സോൺ ആണ്, ഇവിടെ കൺസോളിഡേറ്റ് ആയിട്ടുണ്ട്. ഇവിടുന്ന് ചിലപ്പോൾ മാർക്കറ്റ് വീണ്ടും താഴെ വന്നിട്ട് താഴോട്ട് കാണിക്കും. താഴോട്ട് കാണിച്ചിട്ട് കുറെ പേര് ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് വേണമെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും താഴോട്ട് പോകുന്നതായിട്ട് ഒന്ന് കാണിച്ചിട്ട് ഇവിടെ വന്ന് ഇവിടെ വന്ന് വീണ്ടും ഒന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് റിക്കവർ ചെയ്ത് പോവാം. അങ്ങനെ വരുമ്പോൾ മാക്സിമം മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. ഇപ്പൊ രാവിലെ ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ മാർക്കറ്റ് ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കും. മാർക്കറ്റ് ഇങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഇനി ഗ്യാപ് ഡൗൺ ആണ് കേസ് എങ്കിൽ ഗ്യാപ് ഡൗൺ ഇവിടൊക്കെയാണ് തുറക്കുന്നത് വെച്ചു. ഇവിടൊക്കെ തുറക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റിന് 2 ലെവലുണ്ട്. ഒന്നി താഴോട്ട് പോവാം, അല്ലെങ്കിൽ മേലോട്ട് ഈ സ്റ്റോപ്പ് ലോസ് എടുക്കാം. മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണെങ്കിൽ മാർക്കറ്റ് ഒരു പോസിറ്റീവ് ട്രെൻഡ് കാണിക്കും. പോസിറ്റീവ് ട്രെൻഡ് കാണിച്ച് മേലോട്ട് പോകുന്നതായിട്ട് കാണിച്ചിട്ട് ഈ സ്റ്റോപ്പ് ലോസ് പോകാൻ എടുക്കും. കാരണം ഇവിടെ ആൾക്കാർ എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടല്ലോ. ആ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് മാർക്കറ്റ് കുറച്ചുകൂടെ താഴോട്ട് വന്നിട്ട് ഒന്നുകിൽ മേലോട്ടും കയറി പോകും. ഈ സ്റ്റോപ്പ് ലോസ് ആൾക്കാർ താഴോട്ട്, അപ്പൊ ഇവിടെ വന്ന് റിജക്ഷൻ ആകുമ്പോൾ ആൾക്കാർ താഴോട്ടാന്ന് വെച്ചിട്ട് താഴോട്ട് ട്രെൻഡ് എടുക്കും. അപ്പൊ അവരുടെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് മേലെ പോകും. അല്ല എങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന്
തിരിച്ചും സംഭവിക്കാം. തിരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തു, താഴോട്ട് നോക്കുമ്പോൾ താഴെ ഒരു ലെവല്, ഓക്കെ, ഈ ഒരു ലെവലിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ട്, ഇതെടുത്തു. പിന്നെ വേണമെങ്കിൽ കുറച്ചുകൂടി താഴോട്ട് വന്ന് ഇവിടെ ഒരു ഫണ്ട്, ഇവിടെ ഈ സ്റ്റോപ്പ് ലോസ് എടുത്തു. എന്നിട്ട് താഴോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നവരെ പറ്റിച്ചിട്ട് മേലോട്ട് കയറി പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. എന്നിട്ട് ഡേ ഹൈയിൽ വേണമെങ്കിൽ ഒന്ന് റിജക്ഷൻ ആവാം, അല്ലെങ്കിൽ ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മാർക്കറ്റിന്റെ ഒരു ജനറൽ സ്വഭാവം. അപ്പൊ ഇതൊക്കെ നമ്മളിങ്ങനെ ചാർട്ട് നോക്കി വരച്ച് ഇപ്പൊ നാളെ ഇന്ന് നമ്മളിങ്ങനെ പ്രെഡിക്റ്റ് ചെയ്ത് നോക്കും, ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അത് അനുസരിച്ച് വരുവാണെങ്കിൽ മാർക്കറ്റ് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതായത് നമുക്ക് മാർക്കറ്റിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. അപ്പം ഇതിനകത്ത് മെയിൻ ആയിട്ട് നോക്കേണ്ടത് നാളെ മാർക്കറ്റ് മേളിൽ നിൽക്കുകയാണ്, RSI ഇവിടെ വന്ന് കയറി. ചിലപ്പോൾ മാർക്കറ്റ് നാളെ താഴോട്ട് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. മാർക്കറ്റ് ഇവിടെ ഹൈ ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല, ഈ ഒരു സ്ട്രക്ചർ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ആവാനും സാധ്യതയുണ്ട് ഇവിടെ. പക്ഷെ ഇവിടെ ഒരു ചെറിയ വിക്ക് കൊടുത്ത് ഒന്നുകൂടെ മേളിൽ പോയിട്ട് ഇവിടുന്ന് റിജക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. ഇത് ബ്രേക്ക് ചെയ്യാതെ തന്നെ ഈ ഒരു ലെവലിൽ ഇപ്പൊ 82 ആണ് മാക്സിമം ഹൈ ബ്രേക്ക് ഇത് വന്നേക്കുന്നത്. ഇതൊരു ആവറേജ് ലെവലാണ് ഈ ഒരു 82. ഓക്കെ, ഇവിടം വരെ വന്നിട്ട് വീണ്ടും തിരിച്ച് മേലോട്ടൊന്ന് പോയിട്ട് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നാളെ ചിലപ്പം ഒന്നുകൂടെ മേലോട്ട് പോയിട്ട് ഈ ഒരു ലെവലൊക്കെ വന്നിട്ട് അവിടുന്ന് തിരിച്ചു പോകും. ഒന്നും പറയാൻ പറ്റത്തില്ല എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്. ഇപ്പൊ ഡെയിലി മേളിലാണ് നിൽക്കുന്നത്, മാർക്കറ്റ് താഴെ വന്നാൽ മാത്രമേ, ഇനിയിപ്പോ ഈ മേളിൽ നിൽക്കുന്ന സാധനം മാർക്കറ്റ് താഴെ വന്നാൽ മാത്രമേ ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ മേളിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ കൺസോളിഡേറ്റ് ചെയ്ത് പോത്തേ ഉള്ളൂ. മാർക്കറ്റ് ഓൾവേസ് അപ്പ് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഡൗൺ വരാറുണ്ട്, ഡൗൺ വന്നിട്ടാണ് അപ്പ് പോവാറ്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, അപ്പ് പോവാറുണ്ട്, അവിടുന്ന് ഡൗൺ വരാറുണ്ട്. ഉണ്ട്, ഇവിടുന്ന് ഇത്രയും പോയിന്റ് ഡൗൺ വന്നു, 21-ന്ന് 20-ന്ന് 18 വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ മാർക്കറ്റ് അങ്ങനെ 2000 പോയിന്റ് ഒക്കെ ഡൗൺ വന്നിട്ടുണ്ട്. അവിടുന്നാണ് വീണ്ടും ട്രെൻഡിങ് ചെയ്ത് മേളിൽ പോയേക്കുന്നത്. ഇനി ഇവിടുന്ന് താഴോട്ട് വന്നാൽ മാത്രമല്ല മേലോട്ട് പോകാൻ പറ്റൂ. അപ്പൊ ഒരു കറക്ഷൻ ഒന്നീ ഈ ഒരു ലെവലിൽ അല്ലെങ്കിൽ താഴത്തെ ലെവലിൽ വന്നിട്ട് 20 വന്നിട്ട് തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് ഡേ ക്യാൻഡിലാണ്. അപ്പൊ നമ്മള് ലെവൽസ് വരച്ചോണ്ടിരിക്കും, പിവറ്റ് ലെവൽസ്. അപ്പൊ ഇതിങ്ങനെ ഈ ലെവലുകൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്യാൻ മേലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്, ലോ ബ്രേക്ക് ചെയ്യാൻ താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് മാർക്കറ്റിന്റെ സ്വഭാവം. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരുപാട് തവണ സപ്പോർട്ട് എടുത്ത് ഇപ്പൊ ഈ ഒരു 15 മിനിറ്റ് ഇട്ട് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് കാണാൻ പറ്റും. ഈ ഒരു ലെവൽ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കും. മാർക്കറ്റ് ഇവിടെ വരുമ്പോൾ റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ മാർക്കറ്റിന് അധികം ലെവൽസ് ഒന്നും ഇത് ഇവിടെ മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട്. ഇപ്പൊ ഇതും ഒരു ലെവല് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, കാരണം പ്രീവിയസ്ലി ഇത് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മാർക്കറ്റ് താഴോട്ട് പോവുകയാണെങ്കിൽ ഇതൊക്കെയാണ് മാർക്കറ്റിന്റെ ലെവൽസ്. ഇങ്ങനെയാണ് മാർക്കറ്റിനകത്ത് നമ്മൾ പിവറ്റ് ലെവൽസ് വരയ്ക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ലെവൽ നോക്കുമ്പോൾ നിങ്ങൾ പ്രീവിയസ്ലി നോക്കും മാർക്കറ്റ് ആ ലെവൽസിൽ റെസ്പെക്ട് എടുത്തിട്ടുണ്ടോ എന്ന്. അപ്പൊ മാർക്കറ്റ് എന്റെ ഒരു ലോങ് ടേം വ്യൂവിൽ മാർക്കറ്റ് ഇതൊക്കെ താണ്ടി ചാടി താഴെ വരാനാണ് സാധ്യത. ഇൻഷാല്ലാ മാർക്കറ്റ് ഇവിടെ വരാൻ സാധ്യതയുണ്ട്. 20,148 വരുവാന്ന് നിങ്ങൾ എന്നെ ഓർത്താൽ മതി, വന്നില്ലെങ്കിൽ ഓർക്കൊന്നും വേണ്ട. 20,148 വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണോ? അതാണ് ഒരു റീസൺ ഉണ്ട്. എന്നുവെച്ചാൽ മാർക്കറ്റ് ഒരിക്കലും ഗ്യാപ്പ് ഇട്ട് പോവാറില്ല. ഗ്യാപ്പ് ഇട്ട് പോവാന്ന് വെച്ചാൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ഇപ്പൊ ഇവിടെ ഒരു വലിയ ഗ്യാപ്പ് വന്ന് ഇത് രണ്ട് ഫില്ല് ചെയ്തു, ഈ ഗ്യാപ്പും ഫില്ല് ചെയ്തു. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബ്രേക്കൗട്ട് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിരിക്കും വരുന്നത്. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടേ പോകത്തുള്ളൂ. ഇവിടൊക്കെ ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഇത് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഗ്യാപ്പ് ഇട്ടത് എല്ലാം ഇവിടെ വന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഫില്ല് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇനി ഈ ഗ്യാപ്പ് ചിലപ്പോൾ ഫില്ല് ചെയ്യുന്നിരിക്കും ആ സമയത്ത്. പക്ഷെ അത് ഇത്രയും വലിയൊരു ഇടിവ് വല്ലതും വരണം, അല്ല കൊറോണ ഒക്കെ വരണം ഇനി, അല്ലെങ്കിൽ അല്ല ഇലക്ഷൻ BJP നോക്കിയൊക്കെ വേണം ഇവിടെ ഇടിക്കണമെങ്കിൽ. ഇല്ലെങ്കിൽ ഈ ഒരു ലെവൽ വരും. ഈ ഒരു ലെവലിലാണ് മേജർ ഗ്യാപ്പ് ഇപ്പൊ ഇട്ടേക്കുന്നത്. അന്ന് 250 പോയിന്റ് ചാടി കയറി പോയത് ഇവിടാണ്, 200-ന്ന് 500-ലേക്ക് ചാടിപ്പോയത്. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തു ഓൾറെഡി.
ഇനി ഇവിടെ ഗ്യാപ്പ് ഇല്ല, പക്ഷെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ഗ്യാപ്പ് മേജർ ഗ്യാപ്പാണ്. എന്ന് വെച്ചാൽ വേറെ എങ്ങും ഫില്ല് ചെയ്തിട്ടില്ല, അപ്പൊ അത് ഫില്ല് ചെയ്തേ പറ്റൂ. അതുപോലെ തന്നെയാണ് ഡെയിലി വരുന്ന മാർക്കറ്റ് ഓപ്പൺ ആയാലും മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ശ്രമിക്കും. ഗ്യാപ്പ് അപ്പ് വരുന്നതൊക്കെ ചാടി കയറി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഇത് ഇന്ന് ഗ്യാപ്പ് ഡൗൺ വന്നു, ഇവിടെ പോയി ഗ്യാപ്പ് ഫില്ല് ചെയ്താണ്ടോ? ഇവിടെ ഗ്യാപ്പ് അപ്പ് വന്ന് ഫില്ല് ചെയ്താണ്ടില്ല ഇവിടെ. ഇവിടെ ഗ്യാപ്പ് അപ്പ് പോയി, മാർക്കറ്റ് വന്ന് ഫില്ല് ചെയ്തിട്ട് പോയാണ്ടോ? കറക്റ്റ് ഇവിടെ ഗ്യാപ്പ് അപ്പ് പോയി, മാർക്കറ്റ് ഫില്ല് ചെയ്യാൻ വന്നിട്ടില്ല, വരും. അല്ലാതെ പ്രീവിയസ്ലി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അപ് ട്രെൻഡ് നിൽക്കുകയാണ്. ചില ദിവസങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ മാർക്കറ്റ് വന്നിട്ട് ഫില്ല് ചെയ്തിട്ട് പോകുന്ന കാണാം. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ മേളിൽ പോയി മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്യും. ഇത് കണ്ട, ഇവിടെ ഗ്യാപ്പ് അപ്പ് ആയിരുന്നു, അതൊന്ന് ദീപാവലി ആയിരുന്നു, ചെറിയ ട്രേഡ് ആയിരുന്നു, ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. അതിന് അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ വന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്തു. ഇവിടെ ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു, മാർക്കറ്റ് പോയി ഗ്യാപ്പ് ഫില്ല് ചെയ്തു. ജസ്റ്റ് പോയി വിക്ക് ടച്ച് ചെയ്താൽ മതി, അപ്പൊ ആ ഒരു പ്രൈസ് കണ്ടിന്യൂറ്റി കിട്ടത്തുള്ളൂ. ഇവിടെ താണ്ടെ ഗ്യാപ്പ് അപ്പ് ആയിരുന്നു, മാർക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടില്ല, ഫില്ലിങ് നടന്നിട്ടില്ല. ഓക്കെ, മെജോറിറ്റി ഓഫ് ദ കേസിൽ സെയിം ഡേ തന്നെ, ചെറിയ ഗ്യാപ്പ് അപ്പ് ഒക്കെ ആണെങ്കിൽ സെയിം ഡേ തന്നെ ഫില്ല് ചെയ്യും. ഇപ്പൊ ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഓൾമോസ്റ്റ് ഫില്ല് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇവിടെ ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു, പോയി ഫില്ല് ചെയ്തു. ഇവിടെ മൂന്നാമത്തെ ദിവസം പോയി ഫില്ല് ചെയ്തു. അപ്പൊ ഇങ്ങനെ ഗ്യാപ്പ് ഫില്ലിങ് യൂഷ്വലി ഇവിടെ കണ്ട സെയിം ഡേ തന്നെ ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു, മാർക്കറ്റ് സെയിം ഡേ തന്നെ പോയി ഗ്യാപ്പ് ഫില്ല് ചെയ്തു. ഇപ്പൊ ഗ്യാപ്പ് ഡൗൺ വരുവാന്ന് യൂഷ്വലി മാർക്കറ്റ് അപ് ട്രെൻഡ് ആയിരിക്കും, ഗ്യാപ്പ് അപ്പ് വരുവാന്ന് മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആയിരിക്കും. യൂഷ്വലി ഒരു ഗ്യാപ്പ് ഫില്ലിങ് ഇവിടെ കണ്ടോ, ഗ്യാപ്പ് ഡൗൺ വന്നു, മാർക്കറ്റ് ഫില്ല് ചെയ്തോ, അന്നത്തെ ദിവസം തന്നെ ഫില്ല് ചെയ്തു. ഇവിടെ ഗ്യാപ്പ് അപ്പ് ആയിരുന്നു, പക്ഷെ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് മാർക്കറ്റ് അവിടെ ഫില്ല് ചെയ്തു. ഇവിടെ ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു, മാർക്കറ്റ് 2ാമത്തെ ദിവസം പോയി ഫില്ല് ചെയ്തു. ഇങ്ങനെ ഒരു മാർക്കറ്റിന് ഒരു സ്വഭാവമുണ്ട്, ഗ്യാപ്പ് ഫില്ലിങ്. ഓക്കെ, ക്ലിയർ ആയോ? ഹലോ, ക്ലിയർ ആയി. മാർക്കറ്റ് ഇങ്ങനെ ലൈൻസ് ഇങ്ങനെ വരച്ചിടാൻ നിങ്ങൾക്ക് ചാർട്ടിനകത്ത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രാവിലെ ആ ദിവസം വരയെല്ലാം വരച്ചിട്ടിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ. മനസ്സിലൊന്നും ആലോചിക്കണ്ട നാളെ എന്തായിരിക്കും. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ രാവിലെ 8 മണിക്ക് എഴുന്നേറ്റിട്ട് ഗ്ലോബൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് രാത്രി 1 മണിക്ക് 2 മണിക്കാണ് ഇന്ത്യൻ ടൈമിൽ മാർക്കറ്റ് ക്ലോസ് ആവുന്നത്, ഗ്ലോബൽ മാർക്കറ്റ്. അപ്പൊ ഇത് നമ്മുടെ മണി കൺട്രോളിൽ വന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിന്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. ഗ്ലോബൽ മാർക്കറ്റ് പോസിറ്റീവ് ആയിരുന്നു, നെഗറ്റീവ് ആയിരുന്നു. ആ മാർക്കറ്റ് നിങ്ങൾ മൊബൈൽ ആപ്പ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം, അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പൊ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബൽ മാർക്കറ്റ് പോസിറ്റീവ് ആണോ നോക്കുക. ഇതിനകത്ത് ഡൗ പോസിറ്റീവ് ആണെങ്കിൽ നിഫ്റ്റി പോസിറ്റീവ് ആവും, നസ്ദാക്ക് പോസിറ്റീവ് ആണെങ്കിൽ IT സെക്ടർ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഒന്ന് മനസ്സിലാക്കുക. നസ്ദാക്ക് 1%, 100% ഒക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ഡേ IT സ്റ്റോക്കുകളിൽ ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് യൂറോപ്യൻ മാർക്കറ്റൂടെ ഒന്ന് നോക്കി. യൂറോപ്യൻ മാർക്കറ്റ് നമ്മുടെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി തൊട്ട് 4 മണി 5 മണി വരെയൊക്കെയാണ്. അത് ആ സമയത്ത് നോക്കി നമ്മുടെ മാർക്കറ്റിന്റെ സമയത്ത് തുറന്ന് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ട്രെൻഡ് നോക്കി. അപ്പൊ ഈ ഒരു ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ബെയറിഷ് ആയിരിക്കും, ഈ ഒരു ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കും. ഇവൻ മൺഡേ ആവുമ്പോൾ നമ്മുടെ മാർക്കറ്റിന്റെ ട്രെൻഡാണ് അവിടെ ഫോളോ ചെയ്യുന്നത്, പക്ഷെ ട്യൂസ്ഡേ അവരുടെ മാർക്കറ്റിന്റെ ട്രെൻഡാണ് നമ്മുടെ മാർക്കറ്റ് ഫോളോ ചെയ്യുന്നത്. ഒരു ദിവസത്തിൽ ചേഞ്ച് ഉണ്ടാവും. എന്നുവെച്ചാൽ മൺഡേ നമ്മുടെ മാർക്കറ്റാണ് ആദ്യം തുറക്കുന്നത്, അതുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും അവരുടെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേ അവരുടെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ മാർക്കറ്റ് നെക്സ്റ്റ് ഡേ ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ അത് ഒരു നോക്കുക, അത് അപ്പൊ ഒരു ഓവറാൾ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഒന്ന് നോക്കാവുന്ന ഗിഫ്റ്റ് നിഫ്റ്റി ഓൾറെഡി രാവിലെ 6 മണിക്ക് തന്നെ ഓപ്പൺ ആവും. ഇപ്പൊ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ ട്രെൻഡ് ഒന്ന് മനസ്സിലാവും. പിന്നെ ഏഷ്യൻ മാർക്കറ്റ്സ് രാവിലെ 6 മണിക്ക് 5:30 ഒക്കെ തുറക്കുന്ന നിക്കായ് ജപ്പാൻ മാർക്കറ്റ്, ഹാങ്സാങ് കൊറിയൻ മാർക്കറ്റ്, തൈവാൻ മാർക്കറ്റ്, ഇന്തോനേഷ്യൻ മാർക്കറ്റ്, ഷാങ്കായ് മാർക്കറ്റ്. ഇന്തോനേഷ്യൻ മാർക്കറ്റ് ഷാങ്കായ് മാർക്കറ്റും
നിക്കൈ മാർക്കറ്റും, നിക്കൈ ജപ്പാൻ മാർക്കറ്റും, കൊറിയൻ മാർക്കറ്റ്, ഹാങ്സാങ് മാർക്കറ്റ്, ഈ 3 മാർക്കറ്റ് മേജർ മാർക്കറ്റുകളാണ്. പിന്നെ ഇത് കോസ്പി ആണെന്ന് തോന്നുന്നു, കൊറിയൻ, കോസ്പിയാണ് കൊറിയൻ. ഓക്കെ, ഇത് 3, ഇത് നോർത്ത് കൊറിയ, നോർത്ത് കൊറിയ ആണെന്ന് തോന്നുന്നു, അറിയില്ല. ഇത് കോസ്പി, ഈ മാർക്കറ്റ് ഇതാണ് കൊറിയൻ മാർക്കറ്റ്. ഈ 3 മാർക്കറ്റ് ഒന്ന് നോക്കി വെക്കുന്നതല്ല, ഷാങ്കായ്, കൊറിയൻ, ജപ്പാൻ. ഈ മാർക്കറ്റ് രാവിലെ 6 മണിക്ക് തുറക്കുന്നത്. അപ്പൊ ആ മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് നമ്മുടെ മാർക്കറ്റ് ഫോളോ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതൊക്കെ ഒരു അസംഷൻ മാത്രമാണ്, ഒന്നും നടക്കത്തില്ല. നമ്മുടെ മാർക്കറ്റിൻ്റെതായ ഒരു സ്റ്റൈലാണ്. പിന്നെ ഇവന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഒക്കെ സ്റ്റഡി. എല്ലാ മാർക്കറ്റും ഇവന്റ് ഡേ, ഡെഡ് ഡേ എന്നാണ് പറയുന്നത്. ഇവന്റ് ഡേയിൽ മാർക്കറ്റ് ഡെഡ് ആയിരിക്കും, കാര്യമായിട്ട് മൂവ്മെന്റ് ഒന്നും ഉണ്ടാകും. ഇവന്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ ആൾക്കാർ ബൈയും സെല്ലും ഒന്നും ചെയ്യത്തില്ല. ആൾക്കാർ വെയിറ്റ്. ഇവന്റ് കഴിഞ്ഞിട്ട് മാത്രം, ഇവന്റ് റിസൾട്ട് അനുസരിച്ച് മാത്രമേ റെസ്പോണ്ട് ചെയ്തു. ഇവന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ഷന്, ബഡ്ജറ്റ്, റിസർവ് ബാങ്ക്, ഇത് മറ്റേ ഫെഡ് റേറ്റ്, അങ്ങനെ പല ഉണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവന്റ് കാണിച്ചു തന്നെ. ആ ഇവന്റുകൾ പോയി നോക്കുക, എന്തെങ്കിലും ഇവന്റുകൾ ഉണ്ടോ എന്ന്. ഇവന്റ് ഉള്ള ദിവസം ട്രേഡ് ചെയ്യാതിരിക്കുന്ന തന്നെ ആയിരിക്കും നല്ലത്. കാര്യമായിട്ട് മൂവ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ വേണേൽ കമ്മോഡിറ്റി ഒന്ന് നോക്കുക. കമ്മോഡിറ്റി മാർക്കറ്റ് നോക്കി കഴിഞ്ഞാൽ ഈ കമ്മോഡിറ്റി മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ്, ഗോൾഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നമ്മുടെ മാർക്കറ്റ് വന്നത്. ഇന്നലെ നിഫ്റ്റി കാര്യമായിട്ട് ഇടിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗോൾഡിന്റെ പ്രൈസ് കൂടി കാണും. കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുമ്പോൾ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുപോലെ ബാങ്കുകൾ ഇടിയുമ്പോൾ ഗോൾഡിലേക്ക്, ബുള്ളിയൻസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ട്രെൻഡ് പണ്ടോട്ടേ ഉണ്ട്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇടിയുമ്പോൾ ഗോൾഡിന്റെ റേറ്റ് കൂടുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുമ്പോൾ ഗോൾഡ് റേറ്റ് കൂടും. അപ്പോൾ യൂഷ്വലി ഗോൾഡ് റേറ്റ് കൂടി പോവാണ്. നല്ല ട്രെൻഡിങ് ആണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് കുറച്ച് ഡൗൺ ആവാൻ സാധ്യത, നമ്മുടെ മാർക്കറ്റിൽ എല്ലാ മാർക്കറ്റും ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. തിരിച്ച് അടുത്തവരാണ് കറൻസിയുടെ നോക്കാവുന്നതാണ്. കറൻസി USD/INR നമ്മുടെ നിഫ്റ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. USD/INR ട്രേഡ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. അത് നമ്മുടെ ഇൻഡെക്സിന് ഓപ്പോസിറ്റ് ആണ് യൂഷ്വലി വർക്ക് ചെയ്യുന്നത്. നമ്മുടെ മാർക്കറ്റ് ഹൈ പോവാണെങ്കിൽ USD/INR താഴോട്ട് വരും. INR USD അല്ല, USD/INR ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാവും എന്താണ് ഓവറാൾ ട്രെൻഡ് എന്ന്. പിന്നെ നമുക്ക് നോക്കാവുന്ന ADRs നോക്കിക്കഴിഞ്ഞാൽ ബാങ്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രീവിയസ് ഡേയിലെ ബാങ്കുകളുടെ പെർഫോമൻസും IT സെക്ടറിന്റെ പെർഫോമൻസും ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഗ്ലോബൽ മാർക്കറ്റിൽ. ഇനി രാവിലെ നസ്ഡാക്ക് ഫ്യൂച്ചറും ഡൗ ജോൺസ് ഫ്യൂച്ചറും ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. അതുപോലെ US വിക്സ് നോക്കുക. എന്തെങ്കിലും കാര്യമായിട്ട് പീക്കായിട്ട് US വിക്സ് എല്ലാം ചാടി പോയിട്ടുണ്ട്, 25-30 ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക. നസ്ഡാക്ക് മിനി, ഡൗ ജോൺസ് മിനി നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഓൾറെഡി ഇന്നത്തെ ദിവസം അവരുടെ മാർക്കറ്റ്, ഗ്ലോബൽ മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് എങ്ങനെയാണെന്ന്. അത് 24 hours 22 hours വർക്കിംഗ് ആണ് ഫ്യൂച്ചേഴ്സ്, ഡൗ നസ്ഡാക്ക്. അതും ഞാൻ കാണിച്ചു തന്ന ട്രേഡിംഗ് വ്യൂവിൽ അതെങ്ങനെ എടുക്കേണ്ടതെന്ന്. ഇനി എന്തെങ്കിലും ഇവന്റ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവന്റ്, മീറ്റിംഗ്, ഡിക്ലറേഷൻ, ഡേറ്റ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്തെങ്കിലും വെയിറ്റിംഗ് ഉണ്ടെങ്കിൽ അത് ഡിക്ലറേഷൻ ആ ടൈം കഴിഞ്ഞിട്ട് മാത്രമേ മാർക്കറ്റ് മൂവ് ആവത്തുള്ളൂ. പിന്നെ OI ലെവൽസ്, ഓപ്പൺ ഇൻട്രസ്റ്റ് ലെവൽസ് വേണമെങ്കിൽ സെൻസിബിൾ മാതിരി ഉള്ളതിനകത്ത് കിട്ടും. ഞാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് റെസിസ്റ്റൻസ്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ കാര്യം. അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ കോള് റൈറ്റ് ചെയ്തേക്കുന്നത്, ഇപ്പൊ കോൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് കോൾ റൈറ്റേഴ്സ് ആണ്, കോള് സെല് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പുട്ടെന്ന് പറഞ്ഞ് കാണിക്കുന്നത് പുട്ട് റൈറ്റേഴ്സ് ആണ്. അപ്പൊ ഈ PCR റേഷ്യോ എന്ന് പറഞ്ഞാൽ പുട്ട് ഡിവൈഡ് ബൈ കോൾ റേഷ്യോ. പുട്ടിലുള്ള ആൾക്കാരെ ഡിവൈഡ് ബൈ കോൾ റേഷ്യോ കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0.8 ആണെങ്കിൽ മാർക്കറ്റ് ഒരു ന്യൂട്രൽ ഇതിലാണ്. അപ്പൊ അതിന്റെ ഒരു ഇത് നമുക്ക് താഴോട്ട് നോക്കാം. ഓക്കെ, ഇപ്പൊ ഓപ്പൺ ഇൻട്രസ്റ്റ് സെൻസിബിൾ മാതിരി എന്റെ സെൻസിബിൾ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഇത് നോക്കിയിട്ടുണ്ടോ ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ്? നോക്കിയിട്ടുണ്ട്. ഇപ്പൊ അന്ന് റിൻഷാദ് പറഞ്ഞ സൈറ്റ് ഉണ്ടായിരുന്നല്ലോ, അതേതാണ്? സെൻസിബിളി കാണിക്കുമല്ലോ. സെൻസിബിൾ എന്റെ അതിനകത്ത് എക്സ്പയറി ആയി. ഇൻട്രാഡേ ട്രേഡ്സോ? ഇൻട്രാഡേ സ്ക്രീനർ, ഇൻട്രാഡേ സ്ക്രീനർ ആണോ?
എനിക്ക് സെൻസിബിൾ ഉണ്ടെങ്കിൽ സെൻസിബിൾ നോക്കിയാൽ മതി. സെൻസിബിളില് മാഡത്തിന് സെൻസിബിൾ ഉണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. സെൻസിബിളിനകത്ത് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. ഓക്കെ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ചാർട്ട് കിട്ടും, ഞാൻ കാണിച്ച ചാർട്ട്. അനലൈസ് ഓപ്പൺ ഇൻട്രസ്റ്റ്. അനലൈസിനകത്ത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡേറ്റ കിട്ടും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ച് ആണ്. ഓക്കെ, ഇവിടെ കിട്ടും ഓപ്പൺ ഇൻട്രസ്റ്റ്. ഈ വലുതായിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏത് സ്റ്റോക്കിന്റെ ഇതിനകത്ത് ഇതേ കാണിക്കത്തുള്ളൂ. അതിനകത്ത് എക്സ്പയറി ആയതുകൊണ്ട് ഇതേ കാണിക്കത്തുള്ളൂ. ഓക്കെ, ഇതിനകത്ത് 2006 ഇപ്പൊ റിലയൻസിന്റെ ആണ് കാണിക്കുന്നത്. ഇപ്പൊ റിലയൻസിന്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഈ റെഡ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. കോളിന്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. അതായത് ഇത്രയും ആൾക്കാർ റിലയൻസ് 2600 മുകളിൽ പോകില്ല എന്ന് പറഞ്ഞ് സെല് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2600 സെല് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2600 കോൺട്രാക്ടുകൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം റിലയൻസ് 2600 പോകാനുള്ള സാധ്യതയില്ല. ഇപ്പൊ റിലയൻസ് നിൽക്കുന്നത് 2560 അപ്പൊ ഇത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഈ ആൾക്കാർ ഇവിടുന്ന് മാറി ചേഞ്ച് വന്നിട്ട് അപ്പുറത്തോട്ട് മാറ്റി പിടിക്കും. ഇതിപ്പോ ഏറ്റവും കൂടുതൽ കോള് സെല് ചെയ്ത് വെച്ചേക്കുന്നത്, ഇപ്പൊ റെഡ് കളർ കോള് സെല് ചെയ്ത് വെച്ചേക്കുന്നത് 2600 ഇപ്പൊ താഴെ ആൾക്കാർ പുട്ട് സെല് ചെയ്ത് വെച്ചേക്കുന്നത് 2500 2500 2400 ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് സെല് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം റിലയൻസ് ഇപ്പൊ പോകുന്ന ട്രെൻഡ് മാക്സിമം 2600 വരെ പോകാൻ സാധ്യതയുള്ളൂ. അവിടുന്ന് അത് റിജക്ട് ആവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത്. ഇത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഇനി ഇതിന്റെ PCR കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പൊ നിഫ്റ്റിയുടെ ആണെങ്കിൽ ഇതുപോലെയാണ്. ഏത് സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോള് റൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത് വെക്കും. ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഇനി ഇതിന്റെ ഒരു റേഷ്യോ ആണ് PCR. പുട്ട് ഡിവൈഡ് ബൈ പുട്ടിന്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ കോളിന്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് PCR വരുന്നത്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് കോൾസ്. ഇപ്പൊ ഓപ്പൺ ഇൻട്രസ്റ്റ് ഓപ്ഷൻ ഇതുണ്ടെങ്കിൽ, ഓപ്ഷൻ ചെയിൻ ഉണ്ടെങ്കിൽ അതിനകത്തുള്ള നമ്പർ ഓഫ് കോൾസ് നമ്പർ ഓഫ് പുട്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പുട്ട് ഡിവൈഡ് ബൈ കോൾ ആണ് PCR. അപ്പം റിലയൻസിന്റെ ഇപ്പോഴത്തെ ഒരു PCR 0.6 ആണ്. PCR ഇൻക്ലൂഡ്സ് ദാറ്റ് പുട്ട് ആൻഡ് കോൾ സെലക്ടഡ് സ്ട്രൈക്സ് റേഞ്ച് ഓഫ് സെലക്ടഡ് എക്സ്പയറി. ഇപ്പൊ ആ എക്സ്പയറിയിലുള്ള സ്ട്രൈക്കുകളുടെ ഇത് വെച്ചിട്ടാണ് ഇത് PCR അറൈവ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇത് നിഫ്റ്റിയുടെ നോക്കുവാണെങ്കിൽ ഇപ്പൊ NSEയുടെ സൈറ്റിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റും. പക്ഷെ നമ്മളത് മാനുവലി കാൽക്കുലേറ്റ് ചെയ്യണം. NSEയുടെ സൈറ്റില് ഇപ്പൊ നമ്മൾ എടുത്തു നിഫ്റ്റി 21 ഡിസംബർ ഇന്ന് എക്സ്പയർ ആയത്. ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടോട്ടൽ
OA എന്ന് പറയുന്ന ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 31 കോളിന്റെ ഓപ്പൺ ഇൻട്രസ്റ്റ്. ഇത് കോൾ സൈഡ് ആണ്. പുട്ട് സൈഡിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് 31.42. ഇത് ഏകദേശം ഇതിന്റെ ഡിവൈഡ് ചെയ്ത് പുട്ട് ഡിവൈഡ് ബൈ കോൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ PCR കണ്ടുപിടിക്കും. PCR യൂഷ്വലി 1 ആവാൻ സാധ്യതയുണ്ട്. എത്രയാണെന്ന് PCR സെൻസിബിളിനാ നോക്കിയാൽ കിട്ടും. PCR സെൻസിബിള് ബ്രോക്കർ ലോഗിൻ ചെയ്യണം. പോയിന്റ് 9 ആണ്. 0.9 ആവും ബുള്ളിഷ് ആണ്. അതായത് പുട്ട് ഡിവൈഡ് ബൈ കോൾ എന്ന് പറയുമ്പോൾ കിട്ടുന്ന റേഷ്യോ ആണ് അത്. 0.9 എന്ന് പറയുമ്പോൾ ബുള്ളിഷ് ആണത്. അതുകൊണ്ടാണ് ഇന്ന് മാർക്കറ്റ് അപ് ട്രെൻഡ് പോയത്. അത് ഡെയിലി അങ്ങനെ ഡെയിലി അല്ല, ഓരോ 5 മിനിറ്റിലും. ഈ സ്കാൽപ്പർ ശിവ സ്കാൽപ്പ് ചെയ്യുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിയാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഓരോ 5 മിനിറ്റിലും ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. കോൺട്രാക്റ്റുകൾ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. OI ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കും. OI ചേഞ്ച് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് മാർക്കറ്റ് ഏത് ഡയറക്ഷനോട്ടാണ് പോകുന്നത് നമുക്ക് അറിയാൻ പറ്റും. അതിനകത്ത് ഓപ്പൺ ഇൻട്രസ്റ്റ് എൻ്റെ എല്ലാം ഉണ്ട്. ആവശ്യത്തിന് നോക്കി ഒന്നും കിട്ടത്തില്ല. അതാണ് അവസ്ഥ. ഓക്കെ, അപ്പൊ ഇതാണ്. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. OI ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. പോയാലോ? ഇല്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ഒരു റേറ്റ്. ഇത് മനസ്സിലായില്ലേ? ഞാൻ ഈ പറഞ്ഞ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇത് കോൾ OI ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും, പുട്ട് OI ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇപ്പം മാർക്കറ്റ് ഇവിടെ കോൾ OI കൂടുതലാണെങ്കിൽ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സപ്പോർട്ട് ഇവിടെ പുട്ട് OI കൂടുതലാണെങ്കിൽ ഇവിടുന്ന് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും കൂടുതൽ ആൾക്കാർ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഇതൊരു സെല്ലേഴ്സ് ഡേറ്റ ആണ്, ഇത് ബയറുടെ ഡേറ്റ അല്ല. ഒരു ബയർ സെല്ലറായിട്ട് വ്യത്യാസം. ബയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാംബ്ലിംഗ് ചെയ്യുന്ന ആളാണ്. ബയർക്ക് ചെറിയ ക്യാപിറ്റൽ മതി, അതുകൊണ്ട് ബയർക്ക് എന്ത് റിസ്ക് വേണമെങ്കിലും എടുക്കാം. ബയർ ഒരു ഗാംബ്ലർ ആണ്. പക്ഷെ സെല്ലർ അങ്ങനല്ല. സെല്ലർ ഒരു ബെറ്റിംഗ് നടത്തുന്ന അങ്ങനെ വളരെ ആലോചിച്ചു. ഇപ്പൊ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ആളും ഒരു കുതിര റേസിലോ അല്ലെങ്കിൽ ഒരു കാർ റേസിലോ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് മാച്ചിലോ ഫുട്ബോൾ മാച്ചിലോ ബെറ്റ് ചെയ്യുന്ന ആളുമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. ബെറ്റ് ചെയ്യുന്ന ആളുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിരിക്കും. അങ്ങനെ ചുമ്മാതെ പോയി ബെറ്റ് ചെയ്യത്തില്ല. കണ്ണുടച്ച് ആരും ബെറ്റ് ചെയ്യത്തില്ല. അവര് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് അനുസരിച്ച് അതിന്റെ പ്രോബബിലിറ്റിയും പോസിബിലിറ്റിയും നോക്കിയിട്ട് മാത്രമേ അവർ അത് ചെയ്യത്തുള്ളൂ. അപ്പൊ അവർ അത്രയും അനാലിസിസ് നടത്തിയിട്ടാണ് ഇവിടെ ഒരു കോള് സെല്ല് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഒരു പുട്ട് സെല്ല് ചെയ്യുന്നത്. കാര്യം പറഞ്ഞാൽ അവർക്കറിയാം മാർക്കറ്റ് ഇവിടം വരെ വരത്തില്ല, ഇവിടെ വന്നാൽ സപ്പോർട്ട് എടുത്ത് പോവും, എന്റെ ഇത് പൈസ പോവില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവർ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന. അവരുടെ റിസ്ക്, സെല്ലറിന്റെ റിസ്ക്കും കൂടുതലാണ്. അപ്പൊ സെല്ലറിന് അൺലിമിറ്റഡ് റിസ്ക് ആണ്. അപ്പൊ അത്രയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന അവർ ഗാംബ്ലിംഗ് നടത്തില്ല. ബയറെ പോലെ ഇങ്ങോട്ട് വന്ന് ഓടി വന്നിട്ട് ലോട്ടറി എടുക്കുന്ന ലാഘവത്തിൽ ട്രേഡ് എടുക്കത്തില്ല. അപ്പൊ അവർ അത്ര അനാലിസിസ് നടത്തി ചെയ്യുന്നതുകൊണ്ട് അവരുടെ ഡേറ്റ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് സെല്ലറെ നോക്കിയാണ് നമ്മൾ ബയർ ട്രേഡ് ചെയ്യേണ്ടത്. അപ്പം സെല്ലറുടെ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OI അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അങ്ങോട്ട് ചെല്ലത്തില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവരത് സെല്ല് ചെയ്തിട്ടേക്കുന്നത്. അപ്പൊ അതാണ്. ഇപ്പൊ ഇത് ബ്രേക്ക് ആവുകയാണെങ്കിൽ, സപ്പോസ് ഇവിടെ നല്ലൊരു ബൈയിങ് വന്നിട്ട് ബ്രേക്ക് ആവുകയാണെങ്കിൽ ഉടനെ അവിടെ കട്ട് ചെയ്തിട്ട് അടുത്ത പൊസിഷനിലേക്ക് അവർ മാറും. അപ്പൊ ഈ ഒരു സ്പോട്ട് പ്രൈസിന് 5 സ്ട്രൈക്ക് ഇങ്ങോട്ടും 5 സ്ട്രൈക്ക് അങ്ങോട്ടും ഉള്ള OI നോക്കിക്കഴിഞ്ഞ് അതിന്റെ ചേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നത്. ഇപ്പൊ OI ചേഞ്ച് ആവുന്നതനുസരിച്ച് ഇവിടുന്ന് ആൾക്കാർ വലിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് അപ് ട്രെൻഡ്. കോൾ OI കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, കോളായി മാറിക്കൊണ്ടേ ഇരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് അപ് ട്രെൻഡ് ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോരുത്തരുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നതിന് മുന്നേ ആൾക്കാർ കട്ട് ചെയ്തിട്ട് മാറ്റിക്കൊണ്ടേ ഇരിക്കുക. ഇവിടെ താഴോട്ടാണ് വരുമ്പോൾ മാറിക്കൊണ്ടേ ഇരിക്കുന്നത്, മാർക്കറ്റ് ഡൗൺവേർഡ്സ് ആണ്. അപ്പൊ അതിന്റെ ഒരു ഇത് നോക്കുന്നത് പുട്ട് വോളിയം ഡിവൈഡ് ബൈ കോൾ വോളിയം. പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ വോളിയം ഡിവൈഡ് ബൈ കോൾ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ വോളിയം ആണ്. അപ്പം പുട്ട് 7.2 കോൾ 8.6 0.8 എന്ന് പറഞ്ഞു. ഇപ്പൊ നിഫ്റ്റി 19,302 നിൽക്കാന്ന് വെച്ചോ. അപ്പൊ 0.8 ആണ്. 0.8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് 0.8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ന്യൂട്രൽ ടു അപ് ട്രെൻഡിലേക്ക് പോവാണ്. ഇപ്പൊ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് അപ് ട്രെൻഡ് ആണ്. 0.8 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യാണ്. 0.8 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ന്യൂട്രലിൽ നിന്ന് അപ് ട്രെൻഡിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്.
അപ്പം ഇന്ന് 0.9 അല്ലേ, അപ്പൊ മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് വന്നോണ്ടിരിക്കുക. ഒരു അപ് ട്രെൻഡ് എബോവ് 1 എന്ന് പറഞ്ഞാൽ അപ് ട്രെൻഡ് ആണ്. 1.3 to 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഹൈലി ബുള്ളിഷ് ആണ്. 1.2 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ബുള്ളിഷ് ആണ്. യൂഷ്വലി 1.2 1.3 റിജക്ട് ആവും. 1.3 to 1.5 എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഹൈലി ബുള്ളിഷ് ആണ്. 1.8 വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സ് ആവും. കാരണം മാക്സിമം 1.8 വരെ പോകത്തുള്ളൂ. 1.8 ആണ് യൂഷ്വലി പോകാവുന്ന ഒരു മാക്സിമം ബുള്ളിഷ്നെസ്. അവിടുന്ന് മാർക്കറ്റ് തിരിയും. 1.8 ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ സെൽ അടിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴോട്ട് വരും, ഉറപ്പാണ്. തിരിച്ച് അതുപോലെ ബെയറിഷ് എന്ന് പറഞ്ഞാൽ 1 താഴെ നമുക്ക് ബെയറിഷ് ആന്ന് പറയാം. 1 മേളിൽ അപ് ട്രെൻഡ്, 1 താഴെ ഒരു ബെയറിഷ് ആന്ന് പറയാം. പക്ഷെ അതൊരു 0.8 താഴോട്ട് കൺസിഡർ ചെയ്താൽ മതി. 0.8 to 0.5 ആണ് സ്ട്രോങ് ബെയറിഷ്. 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ സോൾഡ് സോൺ ആണ്. 0.5 മാർക്കറ്റിംഗ് താഴെ വന്നിട്ട് 0.5 എത്തിക്കഴിഞ്ഞു. ഇന്നലെ 0.5 വന്നിട്ടുണ്ടാവും, അതുകൊണ്ടാണ് മാർക്കറ്റ് അവിടുന്ന് തിരിച്ചടിച്ചത്. 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് മാർക്കറ്റ് ബൈ സ്റ്റാർട്ട് ചെയ്യും. അതാണ് ഏറ്റവും ഓവർ സോൾഡ് സോൺ. ഇപ്പോൾ 1.8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹൈ, അവിടുന്ന് മാർക്കറ്റ് തിരിയും. 0.5 എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോ, അവിടുന്ന് മാർക്കറ്റ് തിരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് മാർക്കറ്റിന്റെ സ്വഭാവം. 0.5 to 1.8 മാർക്കറ്റ് കളിക്കുന്നത്. അപ്പൊ മാർക്കറ്റ് ഇന്നലത്തെ ഒരു ബെയറിഷിൽ നിന്ന് ഫുൾ ആയിട്ട് പുറത്തു വന്നിട്ടില്ല. അതാണ് 0.8 എന്ന് പറഞ്ഞിട്ട് 0.8 0.9. ഇനിയിപ്പോ നാളെ 1 കഴിഞ്ഞാൽ മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് ക്രോസ് ചെയ്യും. അപ്പം ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്, മറ്റൊന്നുമല്ല. പ്യൂർലി ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഈ കാൽക്കുലേഷൻ വരുന്നത്. ഓക്കെ, മനസ്സിലായത്? രാവിലെ PCR എത്ര നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ. ഈ PCR ഓരോ 5 മിനിറ്റിലും മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇത്രയൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാം. PCR ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം. ഒരു അപ്പോഴത്തേക്ക് 8:45 ആവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ന്യൂസും ഒക്കെ കണ്ടുകൊണ്ടിരിക്കാം. പക്ഷെ ന്യൂസ് കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ന്യൂസ് ബേസ് ചെയ്തിട്ട് ഒരു കോളും എടുക്കരുത്. ന്യൂസിലിരിക്കുന്നവർ നമ്മളെ ചതിക്കാനിരിക്കുന്നവർ, അവരെ വന്ന് എന്തെങ്കിലും പുലമ്പുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആർക്കെങ്കിലും അനുകൂലമായിട്ട് ബെനിഫിറ്റ് ഉണ്ടാവാൻ വേണ്ടിയാണ് അവന്മാർ അവിടെ വന്നിട്ട്. ആർക്കെങ്കിലും വിൽക്കാൻ വേണ്ടിയിട്ടാണ്, പ്രൈസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റോക്ക് ഇപ്പൊ കയറും എന്ന് പറയും. നമ്മൾ എല്ലാവരും കൂടി ചാടിക്കയറി അതിനകത്ത് കയറും, അവർ വിറ്റിട്ട് പോവുകയും ചെയ്യും, സ്റ്റോക്ക് അടിച്ച് താഴ്ത്ത് വരും. അതുകൊണ്ട് ഒരു കാരണവശാലും ന്യൂസ് ബേസ് ചെയ്ത് സ്റ്റോക്ക് എടുക്കരുത്. മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ പ്രീ ഓപ്പൺ മാർക്കറ്റ് ഓപ്പൺ ആയി 9 മണിക്ക്. പ്രീ ഓപ്പൺ മാർക്കറ്റ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് സെലക്ഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്ങനെയാണ് സ്റ്റോക്ക് സെലക്ട് ചെയ്യേണ്ടതെന്ന്. പ്രീ ഓപ്പൺ മാർക്കറ്റ് ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞിട്ടുള്ളതല്ലേ, പ്രീ ഓപ്പൺ മാർക്കറ്റ് സ്റ്റോക്ക് നോക്കുന്നത് എങ്ങനെയാണ്? ഈ നിഫ്റ്റി 50 സ്റ്റോക്കുകളാണ് ഇവിടെ കിട്ടും. അതിന്റെ ഇന്നത്തെ ചേഞ്ച് എന്താണെന്ന് വേണമെങ്കിൽ ഇവിടെ അറിയാൻ പറ്റും. ഇതിൽ കാണുന്ന ഒരു ആദ്യത്തെ ഒരു 0.8 to 1%, 1.2% വരെയുള്ള ചേഞ്ച് ഉള്ള സ്റ്റോക്കുകൾ വേണമെങ്കിൽ വാച്ച് ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ സ്റ്റോക്കുകൾ മേലോട്ട് പോവുകയാണെങ്കിൽ, ആ സ്റ്റോക്കുകൾ 5 മിനിറ്റ് 2 ക്യാൻഡിൽ കവർ ചെയ്ത് പോവുകയാണെങ്കിൽ 5 മിനിറ്റ് രണ്ടാമത്തെ ക്യാൻഡിൽ, അല്ലെങ്കിൽ ആദ്യത്തെ ക്യാൻഡിൽ കവർ ചെയ്ത് രണ്ടാമത്തെ ക്യാൻഡിൽ വരെ അവിടെ ട്രേഡ് എടുക്കാം. അല്ലെങ്കിൽ പ്രീവിയസ് ആയി ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ ട്രേഡ് എടുക്കാം. അപ്പൊ ആ ഒരു സ്റ്റോക്ക് ഇവിടുന്ന് ലിസ്റ്റ് ചെയ്യാം. താഴോട്ടുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ബെയറിഷ് ആണ്, ഇത് മാർക്കറ്റ് ബെയറിഷ് ആണെങ്കിൽ താഴോട്ട് നോക്കുകയാണെങ്കിൽ താഴെ നിന്നുള്ള സ്റ്റോക്കുകൾ എടുക്കാൻ പറ്റും. താഴേന്ന് 0.8 -1.2 വരെയുള്ള സ്റ്റോക്കുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫർദർ ഡൗൺ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിഫ്റ്റിയിലെ സ്റ്റോക്കുകൾ അങ്ങനെ എടുക്കാം. പിന്നെ സോറി, അല്ലാത്ത സ്റ്റോക്കുകൾ സെക്യൂരിറ്റീസ് ആൻഡ് F&O എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ബാങ്ക് നിഫ്റ്റിയിലെ സ്റ്റോക്കുകളാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലെ സ്റ്റോക്കുകൾ ബാങ്ക് നിഫ്റ്റിയിലെ റിലേറ്റഡ് ആയിട്ടുള്ള ട്രെൻഡുകൾ മനസ്സിലാക്കി ഇവിടെ മനസ്സിലാവും. അതർ സ്റ്റോക്കുകൾ, നോർമൽ സ്റ്റോക്കുകൾ, ഡെറിവേറ്റീവ് അല്ലാത്ത നോർമൽ സ്റ്റോക്കുകൾ അതേഴ്സിൽ കിട്ടും, ഇൻട്രാഡേ ചെയ്യേണ്ടവർക്ക് വേണ്ടിയിട്ടുള്ള. ഓക്കെ, അപ്പം പ്രീ ഓപ്പൺ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ റേറ്റ് അറിയാൻ പറ്റും, എന്താണ് ഓപ്പൺ ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ. ഇതൊരു 7 മിനിറ്റ് ഉണ്ടാവും ഈ പ്രീ ഓപ്പൺ മാർക്കറ്റ്. ഈ 7 മിനിറ്റിൽ അവിടെ പല ആഫ്റ്റർ മാർക്കറ്റ് ഓർഡറുകൾ എക്സിക്യൂട്ട് ആവുകയും ബൈയും സെല്ലും ഒക്കെ നടക്കും. അതുകൊണ്ടാണ് ഇവിടെ ഒരു ചേഞ്ച് നടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുന്ന നോക്കിക്കഴിഞ്ഞാൽ ചില ദിവസങ്ങൾ ഈ ഗ്രാഫ് റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വാല്യൂസ് അല്ല, ആ ഗ്രാഫിന്റെ ഷേപ്പ്. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരു ഗ്രാഫ് ആണ് എവിടെയാണ് ഓപ്പൺ ചെയ്തത്. ഈ 7 മിനിറ്റിന്റെ ഒരു ചാർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. റൈറ്റ് സൈഡിൽ പ്രീ ഓപ്പൺ മാർക്കറ്റിന്റെ ചാർട്ട് കാണുന്നില്ലേ?
ഇവിടെ ചാർട്ട് യൂഷ്വലി വരുന്നതാണ്. ഓക്കെ, അപ്പൊ ആ ചാർട്ട് ഒരു ഇതുപോലത്തെ ഒരു ഷേപ്പ് വരാനുള്ള സാധ്യത ചില സമയങ്ങളിലുണ്ട്, ഒന്നും ഉറപ്പല്ല. ഈ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് സ്റ്റോക്ക് വേണേൽ ഡൗൺലോഡ് ചെയ്യാം. എക്സല് സ്റ്റോക്ക് F&O ട്രേഡ് എടുക്കേണ്ട സ്റ്റോക്കിൽ ഡൗൺലോഡ് ചെയ്യാം. F&O ഡൗൺലോഡ് സാധാ സ്റ്റോക്കുകൾ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. ഇപ്പൊ അതേഴ്സിൽ അത് ചെയ്യാം. നിഫ്റ്റി 50 സ്റ്റോക്ക് എടുക്കാം. ബാങ്കിങ് സ്റ്റോക്കുകൾ ബാങ്കിങ് സ്റ്റോക്കിൽ എടുക്കാം. F&O ട്രേഡർക്ക് എടുക്കാം. F&O സ്റ്റോക്കുകൾ അതേഴ്സിൽ കിട്ടും. അല്ല, അതേഴ്സിലല്ല, സെക്യൂരിറ്റീസ് ആൻഡ് FO എന്ന് പറഞ്ഞിട്ട് കിട്ടും. സാധാ സ്റ്റോക്കുകൾ നോർമൽ അതേഴ്സിൽ കിട്ടും. ഇനി ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ മാർക്കറ്റ് പോസിറ്റീവ് ആണ്, അപ് ട്രെൻഡ് ആണ്. 0.3 മാർക്കറ്റ് എബോവ് 0.3 ആൻഡ് എബോ ആണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ, പ്രീ ഓപ്പൺ മാർക്കറ്റ് 0.3 ആൻഡ് എബോ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൈ സൈഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് 1 അവറിലേക്ക് ഒരു ബൈ ട്രെൻഡ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് യൂഷ്വലി. അല്ല, നെഗറ്റീവിലാണ് വരുന്നത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു -0.3 ആണെങ്കിൽ ഒരു നെഗറ്റീവ് ബെയറിഷ്നെസ് വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് പ്രീവിയസ് ഡേ ഹൈ ലോ ഒക്കെ നോക്കിയിട്ട് വേണം ഡിസൈഡ് ചെയ്യാൻ. ഇത് എപ്പോഴും ഒന്നും കറക്റ്റ് ആവണമെന്നില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞത് സാധാരണ ഗ്യാപ് ഡൗൺ വന്നിട്ട് മേലോട്ട് കയറിയിട്ട് തിരിച്ചു പോകും, അല്ലെങ്കിൽ മേലോട്ട് പോകും. 2 പോസിബിലിറ്റി ഉണ്ട്. അപ്പം യൂഷ്വലി നെഗറ്റീവ് വരുവാണെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ആവാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് 1 അവറിലേക്ക്. അത് കഴിയുമ്പോൾ ചേഞ്ച് ആവും. ആ ഡേ ഫുൾ ഒന്നും ഇല്ല. ഇനി അത് 0.1 to 0.2 വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ അതൊരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിനാണ് സൂചിപ്പിക്കുന്നത്. ഇനി റേഞ്ച് ബൗണ്ട് 0.1 to 0.1 ഒക്കെ ആണെങ്കിൽ അന്നേരം ട്രേഡ് ഒന്നും എടുക്കാൻ നിൽക്കേണ്ട. അതൊരു നോ ട്രേഡ് കണ്ടീഷൻ ആണ്, വളരെ ന്യൂട്രൽ ആണ്. ഇതൊരു റേഞ്ച് ബൗണ്ട് ആണ്. 0.1 to 0.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് റേഞ്ച് ബൗണ്ട് ആണ്. ഇത് 0.01 to 0.1 എന്ന് ഈ റേഞ്ചിൽ വരികയാണെങ്കിൽ മാർക്കറ്റ് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. മാർക്കറ്റ് ഒന്ന് കൺസോൾഡേറ്റ് ആവാൻ ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യുക. 10 മണി കഴിഞ്ഞിട്ട് ട്രേഡ് ചെയ്യുക, അല്ലെ ഒരു 9:30 കഴിഞ്ഞ് 9:45 കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് ട്രേഡ് ചെയ്യുക. കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ആയി കഴിയുമ്പം കുറെ പ്രോഫിറ്റ് ബുക്കിംഗ്സ് വരും. അപ്പൊ മാർക്കറ്റ് പറയാൻ പറ്റില്ല എന്താണ് ചെയ്യുന്നത്. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ചിലപ്പം പുതിയ ഓർഡേഴ്സ് വരും. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ചിലപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ്സ് വരും. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് മാർക്കറ്റിൽ നടക്കും. അപ്പൊ നമ്മൾ മാത്രമല്ല, നമ്മൾ ബയേഴ്സ് ആണെങ്കിൽ സെല്ലേഴ്സും അതുപോലെ ഉണ്ട് മാർക്കറ്റിൽ. അപ്പൊ സെല്ലേഴ്സിന്റെ ബുക്കിംഗ് വരും, ബയേഴ്സിന്റെ ബുക്കിംഗ് വരും. അപ്പൊ അതുകൊണ്ട് മാർക്കറ്റിന്റെ ആദ്യത്തെ ഒരു 15 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആണ്. മാർക്കറ്റ് ഏത് ഡയറക്ഷന് വേണമെങ്കിലും പോകാനുള്ള ഒരു സാധ്യതയുണ്ട്, കരുതല് പ്രോഫിറ്റ് ബുക്കിംഗ് ബേസ് ചെയ്തിട്ട്. ക്ലിയർ ആയ? അപ്പൊ 9:07 ആകുമ്പോഴത്തേക്ക് ഈ ഡേറ്റയും കിട്ടും. ഈ ഡേറ്റയും കിട്ടുമ്പോൾ മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞ് 9:07 തൊട്ട് 9:15 വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് നിഫ്റ്റിയുടെ റേഞ്ച് കണ്ടുപിടിക്കാം, ബാങ്ക് നിഫ്റ്റിയുടെ റേഞ്ച് കണ്ടുപിടിക്കാം. അത് വേണമെങ്കിൽ അത് വെച്ചൊരു വര വരച്ചിടുക. എന്നിട്ട് നിങ്ങൾക്ക് കമ്മോഡിറ്റി മാർക്കറ്റ് വേണമെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. കമ്മോഡിറ്റി മാർക്കറ്റിൽ ഈ കമ്മോഡിറ്റിയുടെയൊക്കെ സാധനത്തിന്റെ പ്രൈസ് കുറവാണ്, കമ്മോഡിറ്റി മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമ്മുടെ മാർക്കറ്റിൽ കയറാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പൊ ക്രൂഡ് NG ഒക്കെ ആണെങ്കിൽ മാർക്കറ്റ് ഡൗൺ ആണ്, ഭയങ്കര ഡൗൺ ആണ്. ഓയിൽ പ്രൈസ് ഒക്കെ ഭയങ്കരമായിട്ട് ഡൗൺ ആയി നിൽക്കുവാണെങ്കിൽ റിലയൻസ്, ONGC, ഗുജറാത്ത് ഗ്യാസ് എന്നൊക്കെ പറയുന്ന ഗ്യാസും ഓയിലും റിലേറ്റഡ് ആയിട്ടുള്ള HPCL, BPCL, ONGC, ഇന്ത്യൻ ഓയിൽ, ഇങ്ങനെയൊക്കെയുള്ള സ്റ്റോക്കുകൾ, ഓയിൽ സെക്ടർ. ഇപ്പോൾ ക്രൂഡ് ഓയിൽ ഭയങ്കര ഡൗൺ ആയപ്പോൾ നല്ലതായിട്ട് പറക്കുന്നുണ്ടായിരുന്നല്ലോ ഓയിൽ സെക്ടർ. ആ ഓയിൽ സെക്ടറുകളൊക്കെ ബുള്ളിഷ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം കോപ്പറിന്റെ ഒക്കെ പ്രൈസ് കുറയും, കോപ്പർ അലൂമിനിയം കുറയുകയാണെങ്കിൽ ഹിൻഡാൽക്കോ, ഹിൻഡ് കോപ്പർ, ഇന്ന് ഹിൻഡ് കോപ്പർ പറപ്പായിരുന്നല്ലോ. ഹിൻഡ് കോപ്പർ ഒക്കെ ഇന്ന് 10% ഒക്കെ കയറി പോയല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും, ജസ്റ്റ് ഫോർ ആൻ ഐഡിയ. അപ്പൊ ഇത് പ്രൈസ് കുറയും, അതെന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയലിന്റെ പ്രൈസ് കുറയുകയാണെങ്കിൽ അവരുടെ പ്രോഫിറ്റ് കൂടും. അതുകൊണ്ട് ആൾക്കാർ അതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യും. അത്ര തന്നെ. അലൂമിനിയം ഒക്കെ കുറയുകയാണെങ്കിൽ ഹിൻഡാൽക്കോയുടെ പ്രൈസുകളൊക്കെ കൂടി പോകുന്നതാണ്. ഹിൻഡ് കോപ്പറിന്റെ പ്രൈസ് പറയുന്നത് ഹിൻഡ് കോപ്പർ ഒക്കെ കൂടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി. അപ്പൊ ഇനി മാർക്കറ്റ് തുടങ്ങുക
9:15 9:15 തൊട്ട് 9:20 വരെ മാർക്കറ്റിനെ ഒന്ന് വാച്ച് ചെയ്യുക. ട്രേഡ് എടുക്കുന്നില്ല എങ്കിൽ ഒന്ന് അതിന്റെ OAയും PCR ചേഞ്ചും ഒക്കെ നോക്കുക, എങ്ങോട്ടാണ് പോകുന്നതെന്ന്. സെക്ടർ അടുത്ത നോക്കേണ്ടത് ഏത് സെക്ടറാണ് ബുള്ളിഷ്. സെക്ടർ ബുള്ളിഷ് ആണെങ്കിൽ ആ സെക്ടറിലെ പർട്ടിക്കുലർ ഞാൻ ഓൾറെഡി വാച്ച് ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ട്. ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ പോവുക, അവിടെ സ്റ്റോക്കിന്റെ വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കി എടുക്കുക സെക്ടർ ബേസ് ചെയ്തിട്ട്. അപ്പം ഏത് സെക്ടർ ആദ്യം സെക്ടർ ബുള്ളിഷ് ഏത് നോക്കുക, ആ സെക്ടറിൽ പോയിട്ട് ആ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് ബുള്ളിഷ്, 2-3 സ്റ്റോക്കുകൾ ബുള്ളിഷ് ഉണ്ടെങ്കിൽ ആ സെക്ടർ ബുള്ളിഷ് ആണെന്ന് അർത്ഥം. പിന്നെ സ്റ്റോക്ക് എടുക്കുമ്പോൾ ഓപ്ഷൻ ചെയ്യാനാണെങ്കിൽ 700 കൂടുതലുള്ള എടുക്കുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ട് സൈസ് കുറയാൻ വേണ്ടിയാണ്. മാർക്കറ്റിന്റെ ട്രെൻഡ് ഒന്ന് നോക്കുക. ആദ്യത്തെ 5 മിനിറ്റിലെ ക്യാൻഡിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്യാൻഡിൽ ട്രേഡ് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ 15 മിനിറ്റ് ക്യാൻഡിൽ അതിന് മേളിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ സ്റ്റോക്കിൽ ട്രേഡ് എടുക്കാവുന്നതാണ്. അടുത്തതാണ് CPR ആണ്. CPR യൂഷ്വലി മാർക്കറ്റിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഇത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സമയമല്ല ഇപ്പൊ. ഓക്കെ, ഇപ്പൊ CPR ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. CPR 3-4 നാരോ CPR ഉണ്ട്. നാരോ CPR ആണെങ്കിൽ ഒരു ട്രെൻഡിങ് മാർക്കറ്റ് ആയിരിക്കും. അസെൻഡിങ് CPR വരികയാണെങ്കിലും അപ് ട്രെൻഡ് മാർക്കറ്റ് ആയിരിക്കും. ഇപ്പോൾ പ്രീവിയസ് ഡേ PCR അതിന് പ്രീവിയസ് ഡേ PCRന്റെ മേളിലാണ് ഇന്നത്തെ PCR വരുന്നതെങ്കിൽ അത് നാരോയും കൂടെ ആണെങ്കിൽ ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് ആയിരിക്കും. ഓക്കെ, ഇതുപോലെ ഒരു ഇൻസൈഡ് വാല്യൂ PCR ആണെങ്കിലും ഒരു മാർക്കറ്റ് ഒരു ഇൻസൈഡ് നാരോ PCR ആണെങ്കിൽ മാർക്കറ്റ് അപ് ട്രെൻഡ് ആയിരിക്കും. ഇനി വൈഡ് PCR ആണെങ്കിൽ മാർക്കറ്റ് കൺസോളിഡേറ്റഡ് ആയിരിക്കും. ഇപ്പൊ ഇനി ഡൗൺ ട്രെൻഡ് നാരോ PCR വരുമ്പോൾ അപ് ട്രെൻഡ് മാത്രമല്ല, നാരോ PCR അപ് ട്രെൻഡോ ഡൗൺ ട്രെൻഡോ ആവാം. എന്ന് വെച്ചാൽ PCR കാണാൻ പറ്റില്ല, അതിന്റെ പിവട്ട് അപ്പും ഡൗണും എല്ലാം ഒറ്റ ലൈനിലായിരിക്കും. അപ്പൊ അത് ഒരു അപ് ട്രെൻഡോ ഡൗൺ ട്രെൻഡോ ആവാം. അപ്പൊ നാരോ PCR വരുമ്പോൾ ഇതുപോലെ തന്നെ ഡിസെൻഡിങ് PCR വരുമ്പോൾ അത് ഡൗൺ ട്രെൻഡ് ആവാം. ഇതുപോലെ ഒരു ഔട്ട്സൈഡ് വാല്യൂ PCR വരുമ്പോൾ റേഞ്ച് ബൗണ്ട് ആവും. ഔട്ട്സൈഡ് വാല്യൂം ഇൻസൈഡ് വാല്യൂം PCR റേഞ്ച് ബൗണ്ട് ആവാൻ സാധ്യതയുണ്ട്. ഈ വൈഡ് PCR വരുമ്പോൾ മാർക്കറ്റ് റേഞ്ച്, വൈഡ് PCR യൂഷ്വലി വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് റേഞ്ച് ബൗണ്ട് ആണ്. ഇപ്പൊ ഔട്ട്സൈഡ് വരുമ്പോൾ അത് വൈഡ് ആയിരിക്കും യൂഷ്വലി വരുന്നത്, ഔട്ട്സൈഡ് വരുന്നത്. അപ്പം നാരോ വരുമ്പോൾ അപ് ട്രെൻഡോ ഡൗൺ ട്രെൻഡോ വരാം. ഓക്കെ, വൈഡ് വരുമ്പോൾ റേഞ്ച് ബൗണ്ട്, അത് മാത്രം ഇപ്പൊ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, കിട്ടിയില്ലേ? പിന്നെ ഞാൻ പറഞ്ഞുതരാം. ഹലോ, ഓക്കെ. അപ്പൊ മാർക്കറ്റ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക 9:30 കഴിഞ്ഞിട്ട് മാർക്കറ്റ് നോക്കുക. ഓൾവേസ് ഓവർ ട്രേഡ് റിവഞ്ച് ട്രേഡ് ഒഴിവാക്കുക. സ്റ്റോപ്പ് ലോസ് റെസ്പെക്ട് ചെയ്യുക. സ്മാൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാൻ നോക്കുക അത്ര ഏർലിയസ്റ്റ്. കാര്യം മാർക്കറ്റ് നമ്മുടെ കൺട്രോളല്ല. മൈൻഡ് മാനേജും ട്രേഡ് മാനേജും മണി മാനേജ്മെന്റും ഒരേ സമയം നമുക്കുണ്ടാകും. ഇതിന്റെ ക്ലാസ് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് എടുക്കാം, മൈൻഡ് സെറ്റിന്റെ ക്ലാസ്. ഓക്കെ, അപ്പൊ മാർക്കറ്റ് പ്രിപ്പറേഷനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയില്ലേ? എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന്? ഓക്കെ, എന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് തീരുമാനങ്ങളൊന്നും തലേ ദിവസം എടുത്തു വെക്കരുത്. മാർക്കറ്റ് നാളെ അപ്പ് പോകും അല്ലെങ്കിൽ നാളെ ഡൗൺ പോകും എന്ന് പറഞ്ഞിട്ട് തീരുമാനങ്ങളൊന്നും എടുക്കരുത്. സ്റ്റോക്ക് മാക്സിമം ഹോൾഡ് ചെയ്യാതിരിക്കാനും നോക്കുക. ഓക്കെ, അപ്പൊ ഞാൻ നിർത്തുക കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.